ഈ സാധനങ്ങളാ. ഞാൻ ആലോചിച്ചോ, എന്തേ പോലും മുജാഹിദിനെ എത്ര മോശമായി പറഞ്ഞു. വേറൊന്നും എന്താണ് പൊളിഞ്ഞാൽ സമസ്ത പൊടിയും, വേറൊന്നുമില്ല. ഇത് പൊളിഞ്ഞാൽ സമസ്ത പൊളിഞ്ഞു. സമസ്തക്ക് എന്താ പറയാനുള്ളത്? കുത്തുബൈത്ത് ചൊല്ലണം, മാല പാടണം, മൗലീദ് ഓതണം, റാത്തീബ് വേണം, ഹദ്ദാദ് വേണം. ഇതിനപ്പുറത്ത് വേറെ എന്താ പറയാനുള്ളത്? അതല്ലേ പറയാനുള്ളൂ. അപ്പം ഇത് വേണ്ട, ഇത് പൊളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സമസ്ത പൊളിഞ്ഞു. അതുകൊണ്ടാണ് അവർ എതിർക്കുന്നത്. അപ്പം ഈ 15 ജിന്നൗലിയാക്കന്മാർക്ക് അൽഫാത്തിഹ ഓതിയിട്ട് പിന്നെ ഓലെ കറാമത്ത് കൊണ്ട്, അവരെ ഹക്ക് കൊണ്ട്, അവരെ ജാഹ് കൊണ്ട് എന്ന് പറഞ്ഞ് പിന്നെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ചോദ്യമാണ്. അപ്പം ജിന്ന് വിളി തുടങ്ങിയ സമസ്തക്കാരാ. മുജാഹിദിൽ എന്തോ ഒരു ജിന്ന് ചർച്ച കേട്ടപ്പോൾ അമീദ് പൈസ വിചാരിച്ചു ഇത് തരക്കിടില്ലാന്ന്. അതൊന്നും അവിടെ നോട്ടെ എന്നേ പറയാനുള്ളൂ. ഇനി മലക്കാളോ അതും അങ്ങനെ തന്നെ. മൗലിദ് കിതാബിൽ കാണാം, ഇതിനൊരുപാട് ദുആകളുണ്ട്. ആ ദുആയിൽ കാണാം അജ്ബി യാ ജിബ്രായീൽ വയാ മീകായിൽ വയാ ഇസ്രാഫീൽ വയാ അസ്രായീൽ വയാ തൻകാഫീൽ. ജിബ്രീലേ ഉത്തരം ചെയ്യണേ, മീകായിലെ ഉത്തരം ചെയ്യണേ, ഇസ്രാഫീലെ ഉത്തരം ചെയ്യണേ, അസ്രായിലെ ഉത്തരം ചെയ്യണേ, തൻകാഫീലെ ഉത്തരം ചെയ്യണേ. ഈ മൗലിദ് കിതാബിൽ പഠിപ്പിച്ചതാ. ഇതെവിടുന്നേ കിട്ടിയത്? ഇതാരാ പറഞ്ഞത്? മലക്കൾ മനുഷ്യനെ സഹായിച്ചേക്കാം, മലക്കൾ വിശ്വാസികളെ സഹായിക്കാൻ റബ്ബ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ആ മലക്കിനോട് തേടാൻ പറ്റുമോ? ആ മലക്കിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ആ മലക്കിനോട് തേടുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് റബ്ബിൽ പങ്കു ചേർക്കലാണ്, ശിർക്കാണ് എന്ന് പ്രമാണം പഠിപ്പിക്കുന്നു. നീ കുത്തുബൈത്ത് ഉണ്ടായത് എങ്ങനെയാ? കുത്തുബൈത്ത് ഉണ്ടാക്കിയതാരാ? കുത്തുബൈത്ത് ഉണ്ടാക്കിയ ആളാ. കറാമത്ത് പറഞ്ഞ് പഠിപ്പിച്ച പോലും എന്താ? മലക്കിനെ വിളിച്ച് ഹാജരാക്കിയിട്ട് മലക്കിനെ തന്നെ കാര്യം നേടി വാങ്ങി എന്നതാണ്. മീകായിലിനെ വിളിച്ചു വരുത്തി ആ മീകായിലിനോട് കാര്യം നേടിയ പാരമ്പര്യമുണ്ട് എന്നാണ് റഹ്മത്തുള്ളാഹി ഖാസിമി തന്നെയും പ്രസംഗിച്ചത്. ആ പ്രസംഗം നിങ്ങൾ കേൾക്കുക, ഇതിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട്. സദഖത്തുല്ലാഹിൽ ഖായിർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ജനങ്ങൾ വന്ന് പറഞ്ഞു, ഇതൊന്നും നിങ്ങളെ തലേ കയറുമെന്ന് പോലും എനിക്കറിയൂല. ജുമഅക്ക് വന്ന ആളുകൾ പറഞ്ഞു മഴ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മഴക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സദഖത്തുല്ലാഹിൽ ഖായിർ പറഞ്ഞു, ദ്വായല്ല, മീകായിലിനോട് പറഞ്ഞാളാ ഞാനെന്ന് പറഞ്ഞു. അന്ന് മീകായിലിനെ വിളിച്ചു. മീകായിൽ വന്നു. അസറിന് മീകായിൽ കായൽ പട്ടണത്ത് വന്നു. മീകായിൽ അലൈഹിസ്സലാം വന്ന പള്ളി ആയതുകൊണ്ട് കായൽ പട്ടണത്തെ പ്രധാനപ്പെട്ട പള്ളിയുടെ പേര് ഇന്നും മസ്ജിദ് മീകായിലാണ്. ഇന്നും സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു മീകായിലാണ് വിളിച്ചു. മീകായിൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവരുമായി നല്ല സംസാരങ്ങളൊക്കെ നടത്തി. പിരിഞ്ഞു പോകാൻ നേരത്ത് പറഞ്ഞു, ഇന്നെ എന്തിനാ നിങ്ങൾ വിളിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ബഗാ കൊയ്സൻ, മഴ വേണമെന്നാണ്. നിങ്ങളല്ലേ മഴയുടെ ആള്, നിങ്ങൾ മഴ വേണമെന്നാണ്. വഖദ് നാല മിൻഹു സദഖത്തുല്ലാഹി, അതപ്പോൾ തന്നെ വാങ്ങി വെക്കുകയും ചെയ്തു. മഴ മീകായിൽ അലൈഹിസ്സലാം പോകുന്നതിന് മുമ്പ് മഴ പെയ്തു. മീകായിലിനെ വിളിച്ച് വരുത്തിയിട്ട് കായൽ പട്ടണത്തേക്ക് മഴ പെയ്യിപ്പിച്ചു. ആര്? ഖുത്ബിയത്തുണ്ടാക്കിയ ആര്? സദഖത്തുല്ലാഹിൽ ഖാഹിരി. ഇവരൊക്കെ എങ്ങനെ കുട്ടി ഇതൊക്കെ ശിർക്കാവായി? എന്താ ഈ വിളിച്ച് പറയുന്നത്? എൻ്റെ തലക്കെന്ത് പറ്റിപ്പോയത്? എന്താ എനിക്ക് പറ്റിപ്പോയത്? ഇതൊക്കെ എന്താ ആരാണ് നീ വിചാരിച്ചത്? ആരാ ഈ മനുഷ്യന്മാരൊക്കെ? കണ്ടോ? അപ്പൊ ഇതാണ് പഠിപ്പിക്കുന്ന വിശ്വാസം. അള്ളാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് മഴ ഇല്ലാന്ന് പറയുമ്പോൾ നബി എന്താ പറയാ? ദുആ ചെയ്യുന്നു. ആ ദുആയുടെ ഉത്തരമായി അല്ലാഹു തആല മഴ വർഷിപ്പിക്കുന്നു. ഇവിടെ വന്ന് മഴ വേണമെന്ന് പറയുമ്പോൾ പറഞ്ഞത് എന്താ? ദുആ ഒന്നുമില്ല, ഞാൻ മീകായിലിനെ വിളിച്ചോളാന്ന. എന്താ മൂപ്പര പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ മീകായിൽ? എന്നിട്ട് വിളിച്ചെത്തിയ അസറക്ക് അവിടെ വന്നിട്ട് നിങ്ങളെ മഴൻ്റെ ആൾ ദേശം മഴ പോലെ എന്നാ പിടിച്ചോളി മഴ. ഈ വിശ്വാസമാണ് കൂട്ടരെ ഇവർ പഠിപ്പിക്കുന്നത്. ഇത് ചോദ്യം ചെയ്തതിനാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ ഇത്ര മോശക്കാരായും ഭീകരവാദികളായും തീവ്രവാദികളായും ഒക്കെ മുദ്ര കുത്താൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനപ്പുറത്ത് വേറൊന്നുമല്ല. അല്ല മുജാഹിദ് പ്രസ്ഥാനം നാട്ടിലെവിടെയെങ്കിലും തീവ്രവാദം നടത്തിയതോ ഭീകരവാദം നടത്തിയതോ ഒന്നുമില്ല. ഇത്രയും കാലം മുജാഹിദുകൾ സ്റ്റേജ് ഇങ്ങോട്ട് കയ്യേറുമ്പോൾ പോലും ഒന്ന് തിരിച്ച് അങ്ങോട്ട് കൊടുക്കാൻ പോലും മുജാഹിദുകൾ പലപ്പോഴും തയ്യാറായിട്ടില്ല. പിന്നെ അളമുട്ടിയ ചേരയും കടിക്കുന്നു പറഞ്ഞ പോലെ അങ്ങനെ വല്ലയിടത്തും ഉണ്ടെങ്കിൽ ഉണ്ടാകുന്നല്ലാതെ അതിനപ്പുറത്ത് സമാനമായ ശൈലിയിൽ എവിടെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ പോലും മുജാഹിദ് പ്രസ്ഥാനം തയ്യാറായിട്ടില്ല. എന്നാൽ അവരെക്കുറിച്ചാണ് പറഞ്ഞത്, അവരൊക്കെ തീവ്രവാദികളാ, ഒരു പാരമ്പര്യം കളഞ്ഞോരാ, ഒരു മുസ്ലിമീങ്ങളെ മൊത്തം കാഫിറാക്കിയവരാ, എല്ലാവരെയും മുസ്ലിക്കായി കാഫിറായി ചിത്രീകരിച്ച എന്ത് പാരമ്പര്യം? ഇതൊക്കെയാണോ പാരമ്പര്യം? ഇതൊക്കെയാണോ പാരമ്പര്യം? മുമ്പിൽ പറഞ്ഞതാ, ഇത് പാരമ്പര്യത്തിന് ചോദ്യം ചെയ്തുകൊണ്ട് കടന്നു വന്നു വഹാബികൾ.
ഇവിടെ മുസ്ലിമീങ്ങളുടെ മൊത്തം പൈതൃകത്തെ മുജാഹിദ് പ്രസ്ഥാനം ചോദ്യം ചെയ്തുന്ന അമ്പലക്കടവിൻ്റെ പരാതി ഇല്ല കൂട്ടരെ, ഇതൊന്നും പാരമ്പര്യം അല്ല നമ്മൾ പറഞ്ഞത്. കുത്തുബിയത്തിന് പാരമ്പര്യം ഉണ്ടോ? ഇല്ല. 300 കൊല്ലം മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് വന്നതാ. മുഹീദ്ദീൻ മാല 400 കൊല്ലം മുമ്പ് കോഴിക്കോട്ടിൽ നിന്ന് വന്നതാ. നാരിയാസ്രാത്ത് 600 കൊല്ലം മുമ്പ് മൊറോക്കോ എന്ന് വന്നതാ. ബുർദബേത്ത് 700 കൊല്ലം മുമ്പ് ബൂസൂരി ഉണ്ടാക്കിയതാ. നബിദിനാഘോഷം 800 കൊല്ലം മുമ്പ് മുദഫർ രാജാവ് ഉണ്ടാക്കിയതാ. ഇങ്ങനെ ഓരോരുത്തരുണ്ടാക്കിയ സാധനം അതിനെന്തു പാരമ്പര്യ ഇസ്ലാമിൽ? മാലിക് ദിനാറും സംഘവും കേരളത്തിലേക്ക് ദീനുമായി വന്നപ്പോൾ അവർ കൊണ്ടുവന്നോ കുത്തുബിയത്ത്, അവർ കൊണ്ടുവന്നോ ഇവിടെ മങ്കൂസ്, അവർ കൊണ്ടുവന്നോ സദഫ് അനാമ്, അവർ കൊണ്ടുവന്നുവോ ഹദ്ദാദ് റാത്തീബ്, അവർ കൊണ്ടുവന്നുവോ മാലപ്പാട്ടുകൾ, അവർ കൊണ്ടുവന്നുവോ ഈ വക രീതികൾ? ഒന്നും കാണാൻ സാധ്യമല്ല. എല്ലാ പള്ളിക്കലും ഹദ്ദാദ് ഉണ്ടല്ലോ, ശരിയാണ്. അതെന്തേ കാരണം? സമസ്ത ഔദ്യോഗികമായി നടപ്പാക്കി, അല്ലാത്ത പൈതൃകുന്നതിലില്ല. അല്ലെങ്കിൽ തെളിയിക്കട്ടെ, മാലിക് ദിനാറിന്റെ കാലം മുതൽ ഹദ്ദാദ് ഉണ്ട്. ഇത് തെളിയിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മുജാഹിദ് പള്ളിക്ക് ഹദ്ദാദ് ഉണ്ടാവും. മാലിക് ദിനാറും സംഘവും കേരളത്തിലേക്ക് വന്നപ്പോൾ ഹദ്ദാദുമായിട്ടാണ് വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ അത് പൈതൃകമായി കൈമാറി വന്നതാണ് എന്ന് തെളിയിച്ചാൽ മുജാഹിദ് പള്ളിക്ക് ഹദ്ദാദ് ഉണ്ടാകും, ഒരു സംശയവുമില്ല. മാലിക് ദിനാറും സംഘവും കുത്തുബിയത്ത് ചൊല്ലി എന്ന് സ്ഥാപിക്കപ്പെടുന്നുവെങ്കിൽ ആ കുത്തുബിയത്തിനെ ഒരാളും ആക്ഷേപിക്കയില്ല. അതൊന്നും പൈതൃകമല്ല, അതൊന്നും പാരമ്പര്യമല്ല. 100 200 കൊല്ലങ്ങൾക്ക് മുമ്പ് ഏതോ ചില ആളുകൾ വ്യാജമായി തട്ടിക്കൂട്ടുണ്ടാക്കി കൊണ്ടുവന്ന് അത് മുസ്ലിമീങ്ങൾക്ക് പ്രചരിപ്പിച്ച് പിന്നീട് മുജാഹിദ് പ്രസ്ഥാനം അത് ശരിയല്ല എന്ന് ചോദ്യം ചെയ്യുകയും അതിൻ്റെ പൊള്ളത്തരങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ അതിന് ബദലായി 26-ൽ സമസ്ത എന്ന സംഘമുണ്ടാക്കി ഇതൊക്കെ നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചു. അവിടെ നിങ്ങോട്ടുള്ള പാരമ്പര്യമല്ലാതെ അതിനപ്പുറത്ത് അതിന് കാര്യമായ പാരമ്പര്യമൊന്നുമില്ല. എന്നിട്ട് മൂപ്പര് പറയാ വഹാബികളെ ഇല്ലാതാക്കാനാ സമസ്ത ഉണ്ടായത്, അതിനാ ജാമിഅ നൂരിയ ഉണ്ടായത്. വഹാബികൾ അടക്കമുള്ള ബിദഅികളെ ഭീകരന്മാരെ ഇല്ലാതാക്കാനാ സമസ്ത ഉണ്ടായത് എന്നാണ് മൂപ്പയുടെ പ്രഖ്യാപനം. ഇവിടുന്ന് കേട്ടോളൂ നിങ്ങൾ ആ ഭാഗം, എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. 1920-കളിൽ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ മഹത്തായ പൈതൃകത്തിനും പാരമ്പര്യത്തിനും അതിന്റെ കടക്ക് കത്തിവെച്ചുകൊണ്ട് വിഷലിപ്തമായ ആശയങ്ങളുമായി കേരളീയ മുസ്ലിം സമൂഹം സ്വീകരിച്ചു പോന്ന പാരമ്പര്യ മാർഗവും ഇസ്ലാമിക സമൂഹവും മൊത്തം ദീനിന്റെ നേർമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ബഹുദൈവ വിശ്വാസത്തിലേക്ക് നീങ്ങുകയും ചെയ്തു എന്ന ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് വഹാബി പ്രസ്ഥാനം ഉടലെടുത്തു. വഹാബി പ്രസ്ഥാനത്തിന്റെ പോക്ക് തടയാതെ പോവുകയാണെങ്കിൽ കേരളീയ മുസ്ലിം സമൂഹത്തെ ഒരു വെട്ടി വിഴുങ്ങുമെന്ന് മനസ്സിലാക്കിയ ദീർഘദർശനം ചെയ്ത മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ആ കാലഘട്ടത്തിലെ സാത്വികരും നിഷ്കളങ്കരും ആദരണീയരുമായ ഉജ്ജ്വല പണ്ഡിതന്മാരും സാദാത്തുക്കളുമായ മഹാത്മാക്കൾ 1926-ൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് രൂപം നൽകി. വഹാബി പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങളെ സമസ്ത ശക്തിയുക്തം തെളിവുകളുടെ വെളിച്ചത്തിൽ കേരളീയ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ സമർപ്പിച്ചു. അതെ, അപ്പൊ വഹാബികളെ എതിർക്കാനാണ്, അവർ ശക്തിയുക്തം എതിർക്കാൻ വേണ്ടിയാണ് സമസ്ത ഉണ്ടായത്. എന്നിട്ട് ആ വഹാബികളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് 90 കൊല്ലം കൊണ്ട് വഹാബികളെ ഇല്ലാതായിക്കാണോ അതോ എണ്ണം കൂടിക്കാണോ? വഹാബികളെ ഇല്ലാതെ പണ്ടൊക്കെ പറച്ചു കേട്ടാ, പണ്ട് പട്ടിക്കാട് വഹാബി പള്ളി, അപ്പുറത്ത് വേറെ വഹാബി പള്ളി, അങ്ങേപ്പുറത്ത് മൂന്നാമതൊരു പള്ളി, പെരിന്തൽമണ്ണ ഒന്നാകെ വഹാബികളുടെ പള്ളി. സമസ്ത 90 കൊല്ലം പ്രവർത്തിച്ചപ്പോൾ ആ പള്ളിയൊക്കെ പൂട്ടിപ്പോയി, ഇനി ആകെ ഒരു 3-4 പള്ളിയെ ബാക്കിയുള്ളൂ എന്ന് തോന്നിപ്പോകും പറച്ചു കേട്ടാലേ. അതാണോ ഉണ്ടായത്? അതോ ഫൈസിമാരടക്കം അപ്പുറത്ത് ഇപ്പുറത്തേക്ക് മാറി നിന്നിട്ട് സമൂഹമേ ഇത് ശരിയല്ലെന്ന് വിളിച്ചു പറയുന്ന രീതിയാണോ ഉണ്ടായത്? എത്ര ഫൈസിമാർ ഇവിടെ നിന്ന് എണ്ണുകയാണെങ്കിൽ തീരാത്തത്ര ഫൈസിമാർ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വേദികളിൽ തൗഹീദ് പറയാൻ, ഖുർആൻ പ്രബോധനം ചെയ്യാൻ, ഹദീസ് എടുത്തു പറയാൻ, സുന്നത്തിലേക്ക് ക്ഷണിക്കാൻ ഇന്ന് എമ്പാടും ഫൈസിമാർ ഉണ്ട് എന്ന കാര്യം തീർച്ചയാണല്ലോ. അപ്പോൾ വഹാബിയെ എതിർക്കാൻ വന്നുകൊണ്ട് വഹാബിയെ കുറച്ചുകൂടി ഉഷാറ് കൂടി ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവസരം കിട്ടിയെന്നല്ലാതെ അതിനപ്പുറത്ത് വേറൊന്നുമില്ല. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഞാനൊക്കെ സുന്നയിലെ കാലത്ത് വഹാബിയൊക്കെ പഴയ മൂപ്പരിങ്ങനെ മാറി വന്ന ഓരോരോ മുസ്ലിയാക്കന്മാരെ കൊണ്ടുവരും പ്രസംഗിക്കാൻ വേണ്ടി. ഫൈസിമാർ, ബാക്കവിമാർ, ദാരിമിമാർ, ഇങ്ങനെ ഓരോരുത്തരെ മാത്രമേ അവരിന്ന് പ്രസംഗിക്കാൻ വിളിക്കുള്ളൂ.
അപ്പോൾ സുന്യാളും കുടുങ്ങി. ഇതിങ്ങനെ വന്നപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ അവസാനം അവിടെ നിന്ന് പ്രസംഗിച്ചൊരു കുഞ്ഞാപ്പ ഫൈസി, അയാൾ പറഞ്ഞു ഇത് സമസ്തൻ്റെ കറാമത്താ, വഹാബിയാളെ സ്റ്റേജിന്മേൽ കണ്ടോ ഫൈസിമാരും ബാക്കിമാരും പ്രസംഗിക്കുന്നു പറഞ്ഞു. സമസ്തൻ്റെ കറാമത്താണിത്. അപ്പം പിന്നെ വന്ന് പ്രസംഗിച്ച മുജാഹിദ് വലി പറഞ്ഞു ഈ കോലത്തിൽ കറാമത്ത് തട്ടിയപ്പോൾ സമസ്ത പൂട്ടിപ്പോകുമല്ലോ. കാരണം അവിടെയുള്ള മനുഷ്യന്മാരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടാണ് കറാമത്തെങ്കിൽ ഇതധികം നിലക്കൂലല്ലോ. അപ്പം ആ നിലക്കാണ് പിന്നെ പറയാൻ ശ്രമിച്ചത്. ഏതായിരുന്നാലും ഇവർ സമസ്ത ഉണ്ടാക്കിയത് എന്തിനാണെന്നും പഠിപ്പിച്ച വിഷയം എന്താണെന്നും ആദർശം എന്താണെന്നും നമ്മളോട് വിശദീകരിച്ചു. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കാൻ തന്നെ ഒരു വന്നത് അവർക്ക് സ്വന്തമായ ആശയമുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇവിടെ നിലനിർത്തിപ്പോരുക എന്നത് മാത്രമേ അവർക്ക് അജണ്ടയായിട്ടുള്ളൂ. 90 കൊല്ലം ഇപ്പുറത്തേക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തെ എന്തൊക്കെ ആക്ഷേപിച്ചാലും ധാരാളം മനുഷ്യന്മാർ സമസ്തയുടെ നയനിലപാടുകൾ ശരിയല്ലെന്ന് മനസ്സിലാക്കി തൗഹീദിൻ്റെ വഴിയിലേക്ക് മാറി വരികയല്ലാതെ തിരിച്ചങ്ങോട്ടുള്ള ഒരു ഒഴുക്ക് ആ നിലക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതല്ലേ ഉണ്ടായത്. ഇനി എത്രയോ ഫൈസിമാർ മാറിയിട്ടില്ലെങ്കിലും ഉള്ളു മാറിയിട്ട് ഈ വക മൗലിദും റാത്തീബിനും ഇങ്ങനത്തെ ഏർപ്പാടിനും ജാറങ്ങൾക്കും ഒന്നുമില്ലാതെ അതിനൊക്കെ എതിർത്തുകൊണ്ട് അവരെ മാറി നിൽക്കുകയും ചെയ്യുന്നു. കാരണം എന്തേ, ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് മാത്രം. അതല്ലാതെ എന്നിട്ട് അവസാനം അതൊക്കെ വിലപ്പെടാതെ പോയപ്പോൾ എത്ര ആയത്തോതിയിട്ടും എത്ര ഹദീസ് പറഞ്ഞിട്ടും കിതാബുണ്ട് പറഞ്ഞിട്ടും ഇപ്പം മനുഷ്യന്മാർ വിശ്വസിക്കുന്നില്ല. ആൾക്കാരൊക്കെ വഹാബികളൊപ്പം അപ്പം കണ്ടെത്തിയ വഴിയാ ദാ ഇവിടെ തീവ്രവാദികളാ, ഇവിടെ ഭീകരവാദികളാ. തെളിവെന്താ? മൂപ്പർ പറഞ്ഞ തെളിവാരസം. തെളിവ് IS ലോകത്ത് ജാറം പൊളിച്ചിട്ടുണ്ട്, വഹാബിയാളും ജാറം പൊളിക്കുന്നുണ്ട്. അപ്പം രണ്ടും ഒന്നാ മനസ്സിലാക്കാൻ. അതാണ് കാര്യമായ തെളിവ്. അവരാണ് ലോകത്ത് ജാറം പൊളിക്കുന്നത്, വഹാബികളും ജാറം പൊളിക്കുന്നു. അതുകൊണ്ട് രണ്ടും ഒന്നല്ലേതാ. കേട്ടോളൂ ചോദ്യം, ഹമീദ് ഫൈസിയുടെ ചോദ്യം വരട്ടെ. ആ വഹാബി പ്രസ്ഥാനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ചേർപ്പിരികൾ പേരുകളിലായി അൽ-ഖായിദ എന്നും IS എന്നും ബൊക്കോ ഹറാം എന്നും താലിബാൻ എന്നും തഹ്രീക്കെ താലിബാൻ എന്നും വ്യത്യസ്ത പേരുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ സാക്ഷാൽ വഹാബി പ്രസ്ഥാനത്തിന്റെ പതിപ്പുകളിൽ നിന്ന് അതിന്റെ തനിയാവർത്തനം ക്രൂരമായ മക്കാമുകൾ തകർക്കലുകളും കൂട്ടക്കൊലകളും നടത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ അവർ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇറാഖിലെ മൊസൂളിലായിരുന്നു അള്ളാഹുവിന്റെ അമ്പിയാക്കൾ പ്രമുഖനായ നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ 2014 ജൂലൈ 24 ബുൾഡോസർ കൊണ്ടുവന്ന് തകർത്ത് തരിപ്പണമാക്കിയത് ISന്റെ ഭീകരന്മാരായിരുന്നു. മഹാനായ നബിയുല്ലാഹി ദാനിയാൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ മഖാം തകർത്ത് തരിപ്പണമാക്കിയത് ഈ ISന്റെ ഭീകരന്മാരായിരുന്നു. മഹാനായ ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ മഖാം തകർത്ത് തരിപ്പണമാക്കിയത് ഈ ISന്റെ ഭീകരന്മാരായിരുന്നു. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഇമാമുന നവവി റളിയല്ലാഹു അൻഹുവിന്റെ മഖാം തകർത്ത് തരിപ്പണമാക്കിയത് ഈ വർഷങ്ങളിൽ ISന്റെ ഭീകരന്മാരായിരുന്നു. ആ IS വഹാബി പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമായി ലോകത്ത് ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ വഹാബി പ്രസ്ഥാനവും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അതിന്റെ പ്രമുഖരായ പണ്ഡിതന്മാർ പ്രസംഗിച്ചു, ഈ സൗദി അറേബ്യയുടെ ഭരണം കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിന് ലഭിക്കുകയാണെങ്കിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പച്ച കുബ്ബകൾ തകർത്ത് തരിപ്പണമാക്കും എന്ന് പ്രസംഗിച്ച ഭീകരന്മാർ ഇവിടെയും ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ തരത്തിലുള്ള പ്രസ്ഥാനത്തിനെതിരെ സന്ധിയില്ലാ സമരം കഴിഞ്ഞ 9 പതിറ്റാണ്ട് കാലം സമസ്തയുടെ മക്കൾ നടത്തിയതിന്റെ ഫലമായി ഇന്നതാ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ചിഹ്ന ഭിന്നമായി ശിഥിലമായി കിടക്കുകയാണ്. അപ്പൊ കണ്ടോ, അവരൊക്കെ ജാറം പൊളിച്ചു, മക്കബറ പൊളിച്ചു. വഹാബികളും പറയുന്നു മക്കബറ പൊളിക്കണം. അപ്പൊ രണ്ടും ഒന്നാണ്. അതുകൊണ്ട് വഹാബി സമം IS സമം വഹാബി എന്നാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ചില ശരിയല്ലാത്ത നീക്കങ്ങൾ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് പോലും ഉണ്ടായപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാവരും വഹാബികളെ മേത്തേക്ക് ആ തീവ്രവാദ ആരോപണമായി വരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് സത്യമാണ്. അവിടെയും പക്വമായി പെരുമാറിയ രീതിയാണ്, ചരിത്രമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായത്. മുജാഹിദുകളാണ് തീവ്രവാദികൾ എന്ന് APEക്ക് സമസ്തക്കാർ ഒന്നിച്ചു പറയാൻ ശ്രമിച്ചു. ജമാഅത്തെ ഇസ്ലാമിയും കിട്ടിയ അവസരങ്ങളിൽ അക്ഷര സലഫികളെന്നും അക്ഷര പൂജകളെന്നൊക്കെയുള്ള പേരിട്ടുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ആ രംഗം കലക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വിസ്മരിക്കുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ
അറിയപ്പെടുന്ന ചില കേവലമായ സംഘടനാ പക്ഷപാതികളും ആദ്യഘട്ടത്തിൽ അത്തരം ശ്രമങ്ങൾ നടത്തി. പക്ഷേ അന്ന് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ദഅ്വ കൂട്ടായ്മ അവർ പറഞ്ഞു, തീവ്രവാദം എന്നത് പരസ്പരം ആരോപിക്കേണ്ടതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കേണ്ടതല്ല. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഒരു സംഘത്തെയും വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞുകൊണ്ടില്ല, അവരാകുന്നു തീവ്രവാദികൾ, അവരാകുന്നു ഭീകരവാദികൾ എന്ന് പറയാൻ മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടില്ല. എന്നാൽ ആദർശപരമായി എവിടെയാണ് തീവ്രവാദം വരുന്നത്, എവിടുന്നാണ് IS ഉത്ഭവം, എന്താണ് തീവ്രവാദങ്ങൾ പോകാനുള്ള കാരണങ്ങൾ എന്ന് കൃത്യമായി പഠിപ്പിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നിട്ടുമുണ്ട്. കോഴിക്കോട് വെച്ച് ഈ വിഷയത്തിൽ ആദ്യമായി ഈ മുസ്ലിം സമുദായം മുഴുവൻ അമ്പരന്ന് നിൽക്കുമ്പോൾ എന്താണ് IS എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ, അത് ഇസ്ലാമികമല്ലെന്ന് ബോധ്യപ്പെടുത്താൻ ധൈര്യം കാണിച്ചവർ മുജാഹിദ് പ്രസ്ഥാനമായിരുന്നു. IS മതനിഷിദ്ധം, മാനവവിരുദ്ധം എന്ന പേരിൽ കോഴിക്കോട് ടൗണിൽ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ലേബലിലാണ് ആദ്യമായി ഔദ്യോഗികമായി ഈ വിഷയങ്ങൾ കൃത്യമായി പ്രമാണബദ്ധമായി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു സെമിനാർ സംഘടിപ്പിച്ചത്. അതിനുശേഷം മതം വിദ്വേഷമല്ല, സലഫിയത്ത് വിദ്വേഷമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് തന്നെ വേദി സംഘടിപ്പിച്ചു. എന്തിനേറെ ഈ പെരിന്തൽമണ്ണയിലടക്കം ഈ വിഷയമായി തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ നിലപാട് എന്ത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ പ്രോഗ്രാം സംഘടിപ്പിച്ചവർ മുജാഹിദ് പ്രസ്ഥാനമായിരുന്നില്ലേ? അവിടെ നമ്മൾ സമസ്തക്കാരെ കണ്ടിട്ടില്ല, ആ നിലക്കുള്ള ആളുകളെ നമ്മളവിടെ ഒന്നും കണ്ടിട്ടില്ല. മാത്രവുമല്ല, വേണമെങ്കിൽ എടുത്തു പറയാനെമ്പാടും തിരിച്ചു കാണിക്കാൻ കഴിയും, പക്ഷേ ആ ശൈലി അല്ല മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെത് എന്നതുകൊണ്ട് 2001 സുന്നി വിഭാഗം എഴുതി വിട്ടത് എന്താ? സുന്നി വിഭാഗം എഴുതി വിട്ടു അവിടെ പ്രസിദ്ധീകരണത്തിന് എന്താ, കനൽ പദങ്ങളിലെ സിംഹം എന്ന് പറഞ്ഞ ലേഖന പരമ്പര. കനൽ പദങ്ങളിലെ സിംഹം, അതിൽ ഒന്നാമത്തെ ആളെ പരിചയപ്പെടുത്തിയാരാ? ഉസാമ ബിൻ ലാദൻ. കണ്ടോ, കനൽ പദങ്ങളെ സിംഹമായി ആദ്യം പരിചയപ്പെടുത്തിയത് ഉസാമ ബിൻ ലാദൻ. എന്നിട്ട് പറയാ, ഗാംഭീര്യമുറ്റിയ ശിരസ്, തലയിൽ പാണ്ഡിത്യത്തിൻ്റെ പ്രതീകമായ വാലൻ തലപ്പാവ്, നീണ്ട താടി, ചുണ്ടിൽ എളിമയുടെ പുഞ്ചിരി, ഒരേ സമയം ശത്രുക്കളെയും മിത്രങ്ങളെയും വേണ്ടതുപോലെ ഉൾക്കൊള്ളാനുള്ള മനസ്സ്. അതാണത്രേ ഉസാമ ബിൻ ലാദൻ. എന്നിട്ട് ആ ബിൻ ലാദൻ്റെ ചരിത്രം വിശദമായി പറയുന്നു. ആ കൂട്ടത്തിൽ ബിൻ ലാദൻ്റെ രീതികൾ, അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആചാരങ്ങൾ എല്ലാം പഠിപ്പിക്കുമ്പോൾ അവിടെ പറയുന്നു, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നവർക്ക് ഈ ലോകത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്ന തിരിച്ചടികൾ ഉസാമയെ ഇരുത്തി ചിന്തിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ പാരായണം, മഹാന്മാരുടെ ഖബർ സിയാറത്ത്, പുണ്യമെടുക്കൽ തുടങ്ങി ആത്മീയ ലോകത്തേക്ക് മെല്ലെ മെല്ലെ ഉസാമ കാൽ വെച്ചു. കണ്ടോ? അപ്പോൾ ഉസാമ എങ്ങണ്ടാ പോയത്? വഹാബിക്കല്ല, വഹാബിസത്തക്കല്ല പോയത്. പിന്നെയോ മഹാന്മാരുടെ ഖബറിൽ ചെന്ന് അവിടെ ബർക്കത്തെടുക്കുക, അതേപോലെ അവിടെ പോയി കൂടുക, ആ നിലയ്ക്കുള്ള ലോകത്തേക്ക് മെല്ലെ മെല്ലെ ഉസാമ കാല് വെച്ചു. പാശ്ചാത്യ സംസ്കാരത്തെ ഉസാമ പാടെ വെറുത്തു. മദീന മുനവ്വറയിൽ പ്രവാചകന്റെ മഖബറയിൽ മണിക്കൂറുകൾ ചെലവഴിച്ച് കരളഴിഞ്ഞു പ്രാർത്ഥിച്ചു. തൻ്റെ സ്വത്തും കഴിവും ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കാൻ ഇറങ്ങിത്തിരിച്ചു. ഉസാമയെ പരിചയപ്പെട്ട സുന്നി പ്രസിദ്ധീകരണത്തിൽ 2001 ഞങ്ങൾക്കിത് വായിച്ചിട്ട് വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രസംഗം വെക്കാം. ഇതാ കണ്ടോ, സുന്നികളാകുന്നു തീവ്രവാദികൾ, അവരാകുന്നു ഭീകരവാദികൾ, അവരാകുന്നു ഉസാമയെ പ്രൊമോട്ട് ചെയ്തവർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞങ്ങളത് പറയില്ല, ഞങ്ങളുടെ ശൈലി അതല്ല. മാത്രമല്ല, ആ ലക്കത്തിന് മുഖലേഖനത്തിൽ കാണാം അമേരിക്കയോട് എന്നാണ്. അതിന് പറയാ, മുസ്ലിം ലോകത്ത് 2 ആൺകുട്ടികളാണുള്ളത്, സദ്ദാം ഹുസൈനും ഉസാമയും ലോക മുസ്ലിങ്ങളുടെ പ്രിയപ്പെട്ടവരാണവർ. എന്താ പറഞ്ഞത്? മുസ്ലിം ലോകത്ത് 2 ആൺകുട്ടികളാ ഉള്ളത്. ഒന്ന് ഹമീദ് വൈസി ഒന്നല്ല, പിന്നെ ആര്? ഒന്ന് ഉസാമ ബിൻ ലാദൻ. അവര് ലോക മുസ്ലിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ. ആ ലോക മുസ്ലിങ്ങളിൽ ഈ സമസ്ത ഉണ്ടോ? അപ്പൊ സമസ്തക്ക് പ്രിയപ്പെട്ടവരാണോ? പച്ചയായി എഴുതി വിട്ടതാ. അപ്പൊ ലക്കം 1 കനൽ പദത്തിലെ സിംഹങ്ങളുടെ ലേഖന പരമ്പരയിൽ ഒന്നാമത്തെ വ്യക്തി ഉസാമ ബിൻ ലാദൻ. രണ്ടാമത്തെ വ്യക്തി ആരാ? രണ്ടാമത്തെ വ്യക്തി പരിചയപ്പെടുത്തിയത് മുല്ല ഉമർ. കണ്ടോ,
മുല്ല ഉമർ, അതും വെറും മുല്ല ഉമർ അല്ല പറഞ്ഞത്. പിന്നെയോ രണ്ടാമത്തെ വ്യക്തി കണ്ടോ, കനൽപദങ്ങൾ സിംഹം 2, അമീറുൽ മുഅ്മിനീൻ ഷെയ്ഖ് മുല്ല മുഹമ്മദ് ഉമർ. അമീറുൽ മുഅ്മിനീൻ എന്നാണ് പറഞ്ഞത്. മൊത്തം മുഅ്മിനീങ്ങളെ അമീറായി പരിചയപ്പെടുത്തിയിട്ട് അമീറുൽ മുഅ്മിനീൻ എന്ന് പേരിട്ടുകൊണ്ട് മുല്ല ഉമറിനെ പരിചയപ്പെടുത്തിയ സുന്നി വിഭാഗം ആളുകൾ അവരാണ് ഇപ്പുറത്ത് വന്ന് സ്റ്റേജ് ഇട്ടിട്ട് കണ്ടോ, ഇവരാ തീവ്രവാദി, ഇവരാ IS. കാരണം ജാറങ്ങൾ പൊളിക്കലുണ്ട്, തൗഫീഖ് ഉണ്ടെങ്കിൽ ഇനിയും പൊളിക്കും ചെയ്യും. അത് പൊളിക്കേണ്ടതാ, അത് പൊളിക്കേണ്ടത് സംശയമൊന്നുമില്ല. ഹദീസ് പ്രകാരം ജാറം പൊളിക്കേണ്ടതാണ്, ഷാഫി മദ്ഹബ് പ്രകാരം ജാറം പൊളിക്കേണ്ടതാണ്, എല്ലാ മദ്ഹബ് പ്രകാരം ജാറം പൊളിക്കേണ്ടതാ. ജാറം സ്ഥാപിക്കാൻ, ജാറം കെട്ടിപ്പടുക്കാൻ പറഞ്ഞ ഒരൊറ്റ കിതാബ് ഷാഫി മദ്ഹബിൽ കാണിച്ചു തരാൻ കഴിയൂല. 7000 പൈസകൾ 54 കൊല്ലം കൊണ്ട് ഇറങ്ങിയെന്നല്ലേ പറഞ്ഞത്. 7000 70,000 പൈസകൾ വന്നാലും ശരി, ജാറം കെട്ടിപ്പൊക്കാൻ പറഞ്ഞ, അവിടെ പോയി ബർക്കത്തെടുക്കാൻ പറഞ്ഞ, അവിടെ പോയി തൊട്ടുമുത്താൻ പറഞ്ഞ, അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരൊറ്റ മദ്ഹബിന്റെ ഇമാമിനെ 4 ഇമാമുമാരിൽ ഒരാളെപ്പോലും കാണിക്കാൻ സാധ്യമല്ല. സംശയമൊന്നുമില്ല. അവിടെയൊക്കെ പഠിപ്പിച്ചത് പൊളിക്കണം എന്ന. ഫത്തുൽ മുഈൻ അടക്കം പറഞ്ഞ എന്താ അറിയോ, വകുരിഹ ബിനാഉൻ ലഹു ഔ അലൈഹി ലിസിഹത്തിൻ നഹി അൻ ദാലിക. ഖബറിന് മീതെ എടുപ്പുണ്ടാക്കൽ വെറുക്കപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട്? കറാഹത്താണ്, വെറുക്കപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട്? വ്യക്തമായ വിരോധം ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് പറയാം മഹല്ലുൽ കറാഹ, കറാഹത്ത് എന്ന് പറഞ്ഞത് ഇദാകാന ബിമുൽക്കിൽ ബാനി, നിർമ്മിക്കുന്ന ആളുടെ ഉടമാവകാശമുള്ള സ്ഥലത്താണെങ്കിലാണ് കറാഹത്ത്. അവനവൻ്റെ പറമ്പിൽ മറവ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഇന്നലെ വലുത്തൊരാൾ മരിച്ചു, അയാളെ മറവ് സ്വന്തം വീട്ടിലാണ്. വഹാബികൾ മരിച്ചാൽ പറയും, ഹേയ് ഇവിടെ ഖബർസ്ഥാനിൽ മറയാൻ പറ്റൂല എന്ന്. ഓല് മരിക്കുമ്പോഴോ ഖബർസ്ഥാനെ കൊണ്ടുപോയിട്ടില്ല. അത് എന്തുകൊണ്ട് നമുക്കറിയില്ല. ആവട്ടെ, ഏതാണെങ്കിലും സ്വന്തം സ്ഥലത്താണ് മറവ് ചെയ്യുന്നത് എങ്കിലാണ് കറാഹത്ത്. ഇദാകാന മുസബ്ബല, പൊതു ഖബർസ്ഥാനിലാണെങ്കിൽ വഹിയ മഅ്താദ് അഹ്ലുൽ ബലദി അദ്ദഫ്ന ഫീഹാ. പൊതു ഖബർസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടുകാർ സാധാരണ മറവ് ചെയ്യുന്ന സ്ഥലം, വഖഫ് ചെയ്യപ്പെട്ടതാവട്ടെ അല്ലാത്തതാവട്ടെ, വഖഫാണോ അല്ലേ എന്ന് അറിയപ്പെട്ടതാവട്ടെ അറിയപ്പെടാത്തതാവട്ടെ, ഏതാണെങ്കിലും ശരി, അത്തരം സ്ഥലത്താണെങ്കിൽ ഹറുമ, അത് ഹറാമാണെന്ന് മാത്രമല്ല, വഹുദിമ വുജൂബൻ, നിർബന്ധമായും അത് പൊളിച്ചു മാറ്റപ്പെടണം. ഫത്തുൽ മുഈൻ കിതാബുൽ ജനായിസ്, കിതാബുൽ ജനായിസിൽ ഫത്തുൽ മുഈൻ പറയുന്നു, പൊതു സ്ഥലത്ത് ഖബർ കെട്ടി ഉയർത്തിയാൽ വഹുദിമ വുജൂബൻ, നിർബന്ധമായും വാജിബായി കൊണ്ട് പൊളിച്ചു മാറ്റണം. ആ വാജിബ് മുജാഹിദീങ്ങൾ ചെയ്തു. ആ ചെയ്തു തീവ്രവാദി എഴുതിച്ചോനോ, നിർബന്ധമായും പൊളിച്ചു മാറ്റണം എന്ന് എഴുതിയാക്കാൻ IS ഒന്നുമില്ല. ഞങ്ങൾ സാധുക്കൾ പോയി പ്രാവർത്തിയാക്കിയാലോ, കണ്ടോ ഒരു തീവ്രവാദിയാണ്, നിങ്ങൾ എഴുതിച്ച കിതാബ് അതും ഞങ്ങളെന്ന് പ്രാവർത്തിയാക്കണം എന്ന് പറഞ്ഞാലോ, അത് ഞങ്ങൾ പ്രാവർത്തിയാക്കിക്കാളി ഒരു പ്രശ്നമില്ല. എല്ലാ ജാറും പൊളിച്ച് വെക്കാം. മമ്പുറം, പുത്തമ്പള്ളി, മജമീറും, ഏർവാടിയും എല്ലാ ജാറും പൊളിച്ചൊഴിവാക്കേണ്ടതാണ് ഷാഫി മദ്ഹബ് പ്രകാരം. വെറുതെ മനുഷ്യന്മാരെ വികാരം കൊള്ളിക്കുക. കണ്ടോ റസൂലുള്ളാഹിന്റെ കുബ്ബ പൊളിക്കുന്നു പറഞ്ഞേക്കാണ്. റസൂലുള്ളാഹിന്റെ കുബ്ബ റസൂൽ പഠിപ്പിച്ചതാ ഉണ്ടാക്കാൻ? സ്വഹബ ഉണ്ടാക്കിയതാ? താബിഈങ്ങൾ ഉണ്ടാക്കിയതാ? താബിഈങ്ങൾ ഉണ്ടാക്കിയതാ? ഷാഫി ഇമാമിനെ കാലത്തുണ്ടോ ആ കുബ്ബ? ഹിജ്റ 678 മൻസൂർ ഖലാവൂൻ എന്ന് പറയുന്ന രാജാവ് ഉണ്ടാക്കിയ കുബ്ബയാ. അതിനെന്താ ഇസ്ലാമിന് സ്ഥാനമുള്ളത്? ഒരു സ്ഥാനവുമില്ല. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല ഖബറിന് മീതെ കുബ്ബയുണ്ടാക്കാൻ. ഷാഫി ഇമാമിന്റെ ഖബറിന് മീതെ ഹിജ്റ 650 കുബ്ബയുണ്ടായി. ഇമാം ഷാഫി മരിച്ച് ഖബറുണ്ടായത് 204. ആ ഖബറിന് മീതെ കുബ്ബയുണ്ടായത് 650. അന്ന് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞു ആ കുബ്ബയുണ്ടാക്കാൻ പാടില്ല, പൊളിച്ചു മാറ്റണം. ഇബ്നു ഹജർ ഹൈതമിയുടെ ഫതാവൽ കുബ്രയിൽ കാണാം, വലഖദ് അഫ്താ ജമാഅത്തുൻ മിൻ ഉലമാഇ ശാഫിഇയ്യ ബിഹദ്മി ഖുബ്ബത്തിൽ ഇമാം ശാഫിഈ വഇൻ സുലിഫ അലൈഹാ ഉലൂഫുൻ മിന ദനാനീർ. കിതാബിൽ ഇല്ലെങ്കിൽ പറഞ്ഞോട്ടെ, ഇമാം ഷാഫിയുടെ കുബ്ബ പൊളിച്ചു മാറ്റണമെന്ന് വലഖദ് അഫ്താ ജമാഅത്തുൻ മിൻ ഉലമാഇ ശാഫിഇയ്യ, ഷാഫികളിൽപ്പെട്ട ഷാഫി മദ്ഹബിൽപ്പെട്ട പ്രഗത്ഭരായ ഒരു സംഘം പണ്ഡിതന്മാർ ഫത്വ നൽകിയിരിക്കുന്നു. ബിഹദ്മി ഖുബ്ബത്തിൽ ഇമാം ശാഫിഈ, ഇമാം ഷാഫിയുടെ കുബ്ബ പൊളിച്ചു കളയണമെന്ന് ഷാഫി മദ്ഹബിലെ പ്രധാനികളായ ഒരു സംഘം പണ്ഡിതന്മാർ ഫത്വ നൽകിയിരിക്കുന്നു. കാരണം അത് പൊതു ഖബർസ്ഥാനിലാണ്. ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിക്കപ്പെട്ടെങ്കിലും അത് പൊളിച്ചു മാറ്റണമെന്ന് അവർ ഫത്വ നൽകിയിട്ടുണ്ട്. ഫതാവൽ കുബ്രയിൽ
ഇബ്നു ഹജർ ഹൈതമി പഠിപ്പിക്കുകയാണ്. അതേ മുജാഹിദീങ്ങൾ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് കുറേ ജാറം പൊളിച്ചു. അതൊക്കെ പൊളിച്ചെങ്കിൽ നല്ല കാര്യം, ബാക്കിയും കൂടി പൊളിക്കാൻ വേണ്ടത്. അപ്പോൾ IS ജാറം പൊളിച്ചു, ബലും പൊളിച്ചു എന്ന് തിരിച്ചമൊക്കെ പറഞ്ഞൂടെ? ജൂതന്മാർ ജാറുണ്ടാക്കി, സമസ്തൻ ജാറുണ്ടാക്കി, അവിടെ സമസ്ത ജൂതന്മാർ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ലോകത്ത് ആദ്യം ജാറുണ്ടാക്കിയതാരാ? യഹൂദികളാണ്, പിന്നെ നസ്വാറാക്കളാണ്. ഹദീസിൽ കാണാം ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസ്വാറ. ജൂത ക്രിസ്ത്യാനികൾക്ക് അള്ളാഹിന്റെ ശാപമുണ്ട്. കാരണം ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അംബിയാക്കളുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. യഹൂദികളും നസാറാക്കളും അംബിയായിന്റെ ഖബർ ആരാധനാ കേന്ദ്രമാക്കി മാറ്റി. അതിൻ്റെ പേരിൽ പോലും അവർക്ക് ശാപം. നമ്മളോ അംബിയാക്കളല്ല, ഔലിയാക്കളല്ല, ആരാന്ന് പോലും അറിയില്ല. ആരാണെന്ന് പോലും അറിയാത്തവർ, മയ്യത്തുണ്ടോന്നറിയാത്തവർ. മുനമ്പത്ത് ബീവി ജാറം ആരാ അവിടെ ഉള്ളത്? ആർക്കറിയാം? മുനമ്പത്ത് ബീവി ജാറത്ത് ആരാ കിടക്കുന്നത്? വല്ല പിടുത്തുണ്ടോ? വേങ്ങര കോയപ്പാപ്പാണ് ജാറം, CM വലിയുള്ളാഹിയുടെ ജാറം ആളറിയാം. പക്ഷേ ഇസ്ലാമിക മര്യാദകൾ ജീവിതത്തിൽ പാലിച്ച് ജീവിച്ചവരാണോ അവർ? അല്ല. മാനസികമായ നിലതെറ്റിയവരാണ്. അവർക്ക് ഇസ്ലാമിക മര്യാദകൾ ബാധകമല്ല, അവരാക്ഷേപിക്കാൻ വകുപ്പില്ല. പക്ഷെ അവരെ ഖബർ ആരാധനാ കേന്ദ്രമാക്കി മാറ്റി. പല മക്ബറകളും കച്ചവടം ചെയ്തില്ലേ? പല മക്ബറയും കച്ചവടം ചെയ്തു. റഹ്മത്തുള്ളാഹി ഖാസിമി പോലും ആ യാഥാർത്ഥ്യം തുറന്ന് പറയുന്നുണ്ട്. മക്ബറ കച്ചവടം വരെ നടന്നു. വഹാബികളല്ലല്ലോ ചെയ്തത്, വഹാബികളല്ലല്ലോ. കേട്ടോളി, ഖാസിമി പറയട്ടെ, നിങ്ങൾ കച്ചവടക്കാരെ വേറെ കാണിച്ചു തരാം. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മഖബറകൾ വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ്. നിങ്ങൾ ചിന്തിക്കണം. ഔലിയാക്കന്മാരെ മഖബറ വിൽക്കുക. ഈ കൗമ ഈ നൗമ നന്നാവും. ഇവരൊക്കെ പേരാണ് സുന്നി. ഇവര് സുന്നി അല്ല മനുഷ്യന്മാര്, ഇവർ കച്ചവടത്തിന്റെ പാർട്ടിയാണ്. കണ്ടോ, ഈ കൗമ നന്നാവൂല ഈ പോക്കാണെങ്കിൽ. ഇത് കച്ചവടത്തിന്റെ പാർട്ടിയാണ്. ഞങ്ങൾ ധൈര്യമായി പറയാൻ കഴിയും, ഒരൊറ്റ വഹാബിയും ഒരൊറ്റ മഖബറയും കച്ചവടം ചെയ്തിട്ടില്ല. ധൈര്യമായി പറയാൻ പറ്റും. എന്നാൽ അതേപോലെ പ്രഖ്യാപിക്കാൻ പറ്റുമോ സുന്നിയാളാരും മഖബറ കച്ചവടം ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? സമസ്ത തന്നെയും ഔദ്യോഗികമായി മഖബറ കച്ചവടം ചെയ്തിട്ടില്ലേ? അബ്ദുസ്സമദ് പൂക്കോട്ടൂർ പറഞ്ഞു തരും സമസ്ത ഔദ്യോഗികമായി ഖബർ കച്ചവടം ചെയ്ത കഥ പറയട്ടെ. ഷെയ്ഖുന ആശുപത്രി കിടക്കുന്ന സമയത്താണ് വരക്കല മക്കാമ് വിലക്ക് വാങ്ങുന്നത്. ശ്രദ്ധിച്ചോളൂ. സാധാരണക്കാർ വരക്കല മക്കാമ് എന്ന് പറഞ്ഞാൽ തങ്ങന്മാരെ പ്രോപ്പർട്ടിയാണ്. ശരിക്കും ഷെയ്ഖുന ശംസുൽ ഉലമ അസ്ഹരി തങ്ങളെ സമസ്തയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത് തന്നെ ആ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നിപ്പോകും. അവരൊറ്റ ആവശ്യം. കാരണം എന്താ? തങ്ങന്മാരെ ബന്ധപ്പെടാതെ ആ കുടുംബം അസ്ഹരി തങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ആ സ്ഥലം സമത്വക്ക് കിട്ടൂല. അന്ന് ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങളെ സമത്വയുടെ തലപ്പത്തിരുത്തിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് കച്ചവടം നടത്തിയിട്ട് ആ സ്ഥലം വാങ്ങി. ഇന്ന് സമത്തൻ്റെ കയ്യിൽ ആ സ്ഥാപക നേതാവിൻ്റെ സ്ഥലം, മുല്ലക്കോയ തങ്ങളെ സ്ഥലം സമത്തൻ്റെ സ്വന്തം സ്വത്താ. എന്നിട്ട് ഷെയ്ഖുന പറഞ്ഞു, ആ സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്ത ഉടനെ ഷെയ്ഖുന പറഞ്ഞു, എന്നെ അവിടെയാണ് മറവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. കണ്ടോ? അപ്പം അവിടേക്കാ പോക്ക്. മുജാഹിദ് പ്രസ്ഥാനം എവിടെയും ഒരു ഖബറും കച്ചവടം ചെയ്തിട്ടില്ല. സമസ്തക്കാർക്ക് ഒരുവിധം എല്ലാ ഖബറും കച്ചവട കേന്ദ്രങ്ങളായി മാറുകയും ചെയ്തു. അപ്പം അത് ഇസ്ലാമുമായി ബന്ധമുള്ളതല്ല എന്ന് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ പേരിലാണ് തീവ്രവാദിയാകുന്നതെങ്കിൽ, അതിൻ്റെ പേരിലാണ് IS ആരോപിക്കുന്നതെങ്കിൽ സന്തോഷമേയുള്ളൂ കൂട്ടരെ, സന്തോഷമേയുള്ളൂ. ഷാഫി ഇമാം പറഞ്ഞല്ലോ, നബി കുടുംബത്തോട് സ്നേഹം കൊണ്ട് എന്നെ റാഫിദി എന്ന് വിളിക്കുന്നുവെങ്കിൽ ഞാൻ റാഫിദി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ഇമാം ഷാഫിയുടെ പാരമ്പര്യം ആ വിഷയത്തിൽ മുജാഹിദ് കിട്ടുമെന്നല്ലാതെ വേറൊന്നുമില്ല. അപ്പം മഖബറ പൊളിച്ചു എന്നാണ് വലിയ പ്രശ്നം. അതുകൊണ്ട് അവരുമായി ഒരു ബന്ധവും പാടില്ല എന്നാണ്. വഹാബി ഭീകരന്മാരെ മാറ്റി നിർത്തണമെന്നാണ്. അവരുമായി മാറ്റി നിർത്തിയ ഒരു ബന്ധം പാടില്ല ഇത് സമസ്ത പ്രഖ്യാപിച്ചു എന്നാ പറയട്ടെ. വഹാബിയാളെ ഭീകരന്മാരാക്കി മാറ്റി നിർത്താൻ പഠിപ്പിച്ചു എന്നാ. വഹാബി പ്രസ്ഥാനം അത് ഭീകര പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്നും അത് ബിദ്അഈ പ്രസ്ഥാനമാണെന്നും കേരളീയ മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കുന്നതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമി വന്നപ്പോൾ അത് ബിദ്അഈ പ്രസ്ഥാനം തന്നെയാണെന്ന് സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ തുറന്നു കാണിച്ചു. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് ഉസ്താദുൽ അസാതീദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനോട് അധ്യക്ഷതയിൽ ചേർന്നാണ് തബ്ലീഗ് ജമാഅത്ത് ബിദ്അത്തിന്റെ പാർട്ടിയാണെന്ന് തീരുമാനിച്ചത്. ഈ വിധത്തിൽ പ്രത്യക്ഷത്തിൽ നല്ലതാണെന്ന് തോന്നിക്കുന്ന കക്ഷികളെ പോലും കൃത്യമായി പഠിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അവരുമായി ഒരുവിധ ബന്ധവും പറ്റില്ലെന്നും അവരെ സമുദായത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്നും അവരുടെ ആദർശം ഉൾക്കൊള്ളാൻ പറ്റില്ലെന്നും പച്ചയായി പ്രഖ്യാപിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പണ്ഡിതന്മാർ മുന്നോട്ട് പോയതിന്റെ ഫലമായിട്ടാണ്
ഇന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഈ 10,000-കണക്കിന് ഇസ്ലാമിക പ്രബോധകന്മാരെ വാർത്തെടുക്കാൻ കഴിഞ്ഞത് എന്ന സത്യം സാന്ദർഭികമായി അനുസ്മരിക്കുകയാണ്. അതെ, ഇപ്പൊ വഹാബിയുടെ ഭീകരന്മാര്, അവരെ ബിദഅികള്, അവരെ മാറ്റി നിർത്തണം. ഈ ചങ്ങാതി പഠിച്ചത് എവിടെ? വഹാബിയുടെ കോളേജിലാ. ഈ അമ്പലക്കടവ് ഫൈസി PGക്ക് പഠിച്ച എവിടെയാ? ഫറൂഖ് റൗത്തുൽ ഉലൂം അറബി കോളേജിൽ. അതായത് വഹാബിയായത്. അപ്പൊ ആരെയും മാറ്റി നിർത്തിയത്? അപ്പൊ അവരുമായി ബന്ധം സ്ഥാപിച്ചു വന്നതാണ് തീവ്രവാദത്തിന് കാരണമെങ്കിൽ ഒന്നാമത്തെ തീവ്രവാദിയായി അയാളെയും കൂട്ടാൻ പറ്റും. ഈ ഹമീദ് ഫൈസി ഫറൂഖ് കോളേജിലാ പഠിച്ചത്, റൗത്തുൽ ഉലൂമിൽ PGക്ക്. എത്ര മുസ്ലിയാക്കന്മാർ അങ്ങനെ പഠിച്ചു? വേണ്ട. സമസ്ത നേതാക്കന്മാരിൽ എത്ര നേതാക്കന്മാർ? പൂക്കൂട്ടന് പറഞ്ഞ അസ്ഹരി തങ്ങളെ, ആ അസ്ഹരി തങ്ങളുടെ കുടുംബത്തിന് എത്രയാ മുജാഹിദീങ്ങൾ? മക്കളെ കെട്ടുന്നൊക്കെ അധികം മുജാഹിദീങ്ങളാ ഇല്ലേ? പട്ടിക്കാട് ജാമിയ നൂരിയയിൽ ഈ കോളേജിൽ ഇന്നും പഠിപ്പിക്കുന്ന ഉസ്താദുമാര് മക്കളും മരുമക്കളും വഹാബിയാളിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ കഴിയും. ഞാൻ ഖുത്ബത്തുന്ന പള്ളിയിൽ ആ മഹല്ലുകാരനായ ഇവിടുത്തെ ഉസ്താദായ ഫൈസി, അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികളടക്കം അവിടെ എൻ്റെ ഖുത്ബയ്ക്കാൻ വരിക. പെൺമക്കള് ഇപ്പോഴും മൂപ്പര് ഉസ്താദാ ഈ കോളേജിൽ. മൂപ്പരെ പെൺകുട്ടികൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മിഞ്ഞാന്നും എൻ്റെ പള്ളി ഖുത്ബ കേൾക്കാനുണ്ട്. എന്തേ ഇത്? അപ്പോൾ പറച്ചിലൊക്കെ ഒരു ഭാഗത്ത് ചെയ്ത് വേറെയുമെന്നാണോ? ഇനി ഗൾഫ് കാണ്ട് പോയാലോ പറയും വേണ്ട. എല്ലാ ബന്ധും ഈ വഹാബി. മറ്റേ ചങ്ങായ കുറച്ചുകൂടി ഓവർ, നമ്മളെ മുടിക്കച്ചവടക്കാരൻ. ഇവിടെ അങ്ങോട്ട് വിട്ടാൽ പിന്നെ ഒക്കെ വഹാബി വേണം. അതല്ലേ ശൈലി? എന്നിട്ട് വെറുതെ മനുഷ്യന്മാരെ പൊട്ടീസാക്കാൻ വേണ്ടി സ്റ്റേജ് എട്ടിപ്പോയാ കണ്ടോ ഇവരെ IS, ഇവര് ഭീകരവാദ, ഇവരെ മാറ്റി നിർത്തണം, യാതൊരു ബന്ധവും പാടില്ല. ഇത് സംഭവം ഇതിനൊക്കെ ഇത് എങ്ങോട്ടാണ് ഇതിൻ്റെയൊക്കെ ദിശ എന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടൊക്കെ ഉണ്ട്. പാണക്കാട്ട തങ്ങളും അതേപോലെ ലീഗ് നേതാക്കന്മാർ സ്റ്റേജിൽ എത്തിയിട്ട് ഹമീദ് ഫൈസി പ്രഖ്യാപിക്കുമ്പോൾ ഇതൊക്കെ എന്തിനാ തിരിച്ചറിയാൻ മാത്രം ഇന്ന് എല്ലാവർക്കും ബോധമൊക്കെ ഉദിച്ചിട്ടുണ്ട് എന്ന് ഹമീദ് ഫൈസി മനസ്സിലാക്കിയാൽ നന്നു. മൂപ്പയ്ക്കൊരു ബേജാറ് എന്തറിയോ? മുജാഹിദിൽ 2 സംഘടനക്കാർ ഒന്നായപ്പോൾ ഫൈസിക്ക് തോന്നൽ നീ പഴയമായി ലീഗ് എങ്ങാനും മുജാഹിദിന്റെ കൈക്ക് വരുമോ എന്നുള്ള പേടിയാ മൂപ്പർക്ക്. ഞങ്ങൾക്ക് പേടിയാവുന്നല്ല. ഞങ്ങൾക്ക് പേടി എന്താ? ഈ ആദർശ പ്രസ്ഥാനത്തിന് വല്ല കോട്ടം പറ്റുന്ന ബേജാറ് ഞങ്ങൾക്കുള്ളൂ. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ലീഗും ഈ പറഞ്ഞ ആശയമൊക്കെ പറയാൻ ഈ ആവേശവും ഈ രീതിയും ഉണ്ടായത് ഒരർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുൻകാല നേതാക്കന്മാരുടെ വിയർപ്പ് കൊണ്ടാണ് എന്നത് ഫൈസിക്ക് അറിയാമല്ലോ, സമ്മതിച്ചില്ലെങ്കിലും. KM മൗലവിയും MK ഹാജിയും അടക്കമുള്ള ആളുകളൊക്കെ ആ രംഗത്ത് ചെയ്ത സേവനങ്ങൾ, അന്നത്തെ ബാഫഖി തങ്ങളും പൂക്കോയ തങ്ങളും അന്ന് KM മൗലവിയുടെയും MK ഹാജിയുടെയും ഒക്കെ കൂടെ ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ച ആ ചരിത്രം അറിയാത്തവരല്ലല്ലോ ഇവരാരും. ഇടക്കാലത്ത് ലീഗ് നെട്ടിച്ചിട്ട് സ്വന്തക്കാരാക്കാൻ പറ്റുമോ ശ്രമിച്ചു. ലീഗ് തിരിച്ചറിഞ്ഞു, അത്രയേ ഉള്ളൂ. ലീഗ് തിരിച്ചറിഞ്ഞു. സംഗതി ലീഗർക്കും അറിയാം ഇനി വല്ലാണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താ? പത്രം വേറെ തുടങ്ങി, ചാനൽ വേറെ തുടങ്ങി. ഇനിയിപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാകുമെന്ന് ലീഗർക്ക് തോന്നലുണ്ടെങ്കിൽ അത് നെട്ടിക്കാൻ ഈ വക മരുന്ന് ആവശ്യമുണ്ടോ? ഫൈസി ഇത്ര തരം താണ അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഇയാളൊക്കെ ഉണ്ടായപ്പോഴാണ് അത്ര മോശമായത്. അല്ലെങ്കിൽ മുമ്പ് പോലെ അത്ര മോശക്കാരായിട്ടൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ആ വക തോന്നലും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് ആ നിലയ്ക്ക് പറഞ്ഞാൽ പോരെ. അതിനുവേണ്ടി ഈ ഒരു മഹാപ്രസ്ഥാനത്തെ തീവ്രവാദികളും ഭീകരവാദികളും IS-ൻ്റെ ആളുകളുമൊക്കെയായി മുദ്ര കുത്തേണ്ട എന്താവശ്യം യഥാർത്ഥത്തിലുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, അറഫ മൈതാനിൽ വെച്ച് ലക്ഷക്കണക്കായ ഹാജിമാരെ സാക്ഷിയാക്കി സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയാണ് പ്രഖ്യാപിച്ചത് IS ഇസ്ലാമുമായി ബന്ധമില്ല. അത്രയൊരു പ്രഖ്യാപനം ലോകത്ത് വേറെ എവിടെ ഉണ്ടായത്? ഈ സംസ്ഥാനത്തിന് പ്രഖ്യാപിച്ചോ IS ഇസ്ലാമുമായി ബന്ധമില്ലാന്ന്? ഉണ്ടായിട്ടില്ലല്ലോ. കാരന്തൂർ മർക്കസ് പ്രഖ്യാപിച്ചോ? ഉണ്ടായിട്ടില്ലല്ലോ. എന്നാൽ അറഫ മൈതാനിലെ ഖുത്ബയിലാണ് സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി പ്രഖ്യാപിച്ചത് IS ഇസ്ലാമുമായി ബന്ധമില്ല. എത്ര കിതാബ് അറിയോ? എത്ര കിതാബുകൾ ഈ വിഷയമായി മാത്രം IS ഇസ്ലാമല്ലെന്ന് പഠിപ്പിക്കാൻ, IS-ന്റെ ആദർശങ്ങളെ കൃത്യമായി തുറന്നു കാണിച്ചുകൊണ്ട് ഈ ആദർശങ്ങൾ ഇസ്ലാമുമായി ബന്ധമില്ലെന്ന് പഠിപ്പിക്കാൻ ഡസൻ കണക്കിന് കിതാബുകളാണ് ഇക്കഴിഞ്ഞ 2-3 കൊല്ലം കൊണ്ട് സൗദി അറേബ്യ പുറത്തിറക്കിയത്. ഫ്രീ ആയിട്ട് വിതരണം ചെയ്യാം, വ്യാപകമായി കൊടുക്കുകയാണ്. ലോകത്തിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് അവർ ദൂതന്മാരെ പറഞ്ഞയച്ചുകൊണ്ട് തീവ്രവാദത്തിനെതിരായി ശബ്ദം മുഴക്കുകയാണ്. മക്കയിലെ മസ്ജിദ് ഹറാമിലെ ഇമാമ് ഷെയ്ഖ് സ്വാലിഹ് ആൽ ത്വാലിബ് ഹഫിദഹുല്ലാ കേരളത്തിൽ വന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സ്ഥാപനമായ
ജാമിഅത്തുൽ ഹിന്ദ് ഇസ്ലാമിയയിൽ വന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് IS ഇസ്ലാമുമായി ബന്ധമില്ലെന്നാണ്. എന്നിട്ടാണ് അവരെക്കുറിച്ചാ പറയുന്നത്, കണ്ടോ ഇവരാ തീവ്രവാദികൾ, ഇവരാ ഭീകരവാദികൾ. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കഴിഞ്ഞകാല പ്രഭാഷണങ്ങൾ ഈ വിവാദവും ബഹളവും ഒച്ചപ്പാടൊന്നും വന്നപ്പോൾ മാത്രമല്ല, പഴയകാലം മുതൽ തന്നെയുള്ള പ്രസിദ്ധികളും പുസ്തകങ്ങളും പ്രഭാഷണങ്ങളും പരിശോധിച്ചാൽ തീവ്രവാദത്തിനെതിരായി ശക്തമായ ശബ്ദമുണ്ടാക്കിയവർ മുജാഹിദ് പ്രസ്ഥാനമായിരുന്നു. ഏറ്റവും അവസാനം ഇറങ്ങിയ നേർപ്പദമെന്ന വാരിക പോലും, ആ നേർപ്പദമെന്ന വാരികയിൽ പോലും ISുമായി ബന്ധപ്പെട്ട് തീവ്രവാദവുമായി ബന്ധപ്പെട്ട് എത്ര കൃത്യമായ കാഴ്ചപ്പാടാ മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന് നൽകിയത്. എന്നിട്ടാണ് ഈ വക ലേഖനം എഴുതിയ മനുഷ്യന്മാരും അവരെ കൂടെ ആദർശം പങ്കിടുന്ന ആളുകളുമൊക്കെ ഇപ്പുറത്ത് വന്ന് പറയുന്നത്, കണ്ടോ ഇവർ തീവ്രവാദികളാ, ഇവർ ഭീകരവാദികളാ എന്ന്. അതാ ഞാൻ പറഞ്ഞത്, അതിന് ആകെയുള്ള തെളിവ് ജാറം പൊളിച്ചു. അല്ലാഹുവിന്റെ റസൂല് മക്ക ഫത്ഹായപ്പോൾ 1-ാം ദിവസം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ച 2 ദൗത്യം ഹദീസ് കാണാൻ കഴിയും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. മക്ക ഫത്ഹായപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് മക്ക വന്നപ്പോൾ ആദ്യത്തെ ദിവസം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലിയെ വിളിച്ചുകൊണ്ട് ഏൽപ്പിച്ച 1-ാമത്തെ ദൗത്യം എന്താണെന്നോ, വലാ ഖബ്റൻ മുസ്ലിഫ ഇല്ലാ സവ്വൈത. ഉയർന്നു നിൽക്കുന്ന ഒരൊറ്റ ഖബറും നിരപ്പാക്കാതെ വിട്ടുകളയാൻ പാടില്ല എന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ഇബ്നു അബീ ത്വാലിബിന് മക്ക ഫത്ഹിന്റെ അന്ന് നൽകുന്ന നിർദ്ദേശമാണ്. ആ ഹദീസ് വെച്ചിട്ട് നബവി ഇമാം ശറഹ് മുസ്ലിമിൽ പറഞ്ഞത്, വയുഅയ്യിദുൽ ഹദ്മ ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ ഖബ്റൻ മുസ്ലിഫ ഇല്ലാ സവ്വൈത. ഉയർത്തപ്പെട്ട ഖബറുകൾ പൊളിച്ചു മാറ്റണമെന്നാണ് ഷാഫിഈ മദ്ഹബ്. ആ ഷാഫിഈ മദ്ഹബിന്റെ ആ അഭിപ്രായത്തിന് ഈ ഹദീസ് ശക്തി പകരുന്നുവെന്നാണ് ശറഹ് മുസ്ലിമിൽ നബവി ഇമാം പറഞ്ഞത്. ആ പറഞ്ഞ നബവി ഇമാമിനും പിന്നീട് ചില മനുഷ്യന്മാർ കുബ്ബയുണ്ടാക്കി അത് പൊളിച്ചെങ്കിൽ നല്ല കാര്യം എന്നല്ല മറ്റെന്താ പറയാ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണല്ലോ അല്ലാഹുവിന്റെ റസൂലുമായി ബൈഅത്ത് ചെയ്ത മരം വേരോടെ പിഴുതെറിഞ്ഞത്. റസൂലുമായി സ്വഹാബത്ത് കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത മരം, ആ മരത്തിൻ്റെ താഴെ ചില ആളുകളൊക്കെ ചെന്നിരിക്കാൻ തുടങ്ങുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അടിവേരടക്കം പിഴുതൊഴിവാക്കി. ഇനി വെട്ടിമുറിച്ചിട്ട് അഥവാ രണ്ടാമത് അത് തളിർത്ത് വന്നാലോ, അതുകൊണ്ട് അടിവേരടക്കം പിഴുതൊഴിവാക്കിയ പാരമ്പര്യമാണ് മുസ്ലിം ഉമ്മത്തിനുള്ളത്. ഇമാം ഷാഫി പറഞ്ഞു, മക്കയിൽ ഞാൻ കണ്ടു അവിടുത്തെ ഭരണാധികാരികളെ നിർമ്മിക്കപ്പെട്ട ഖബറുകളെ പൊളിച്ചു മാറ്റാൻ കൽപ്പിക്കുന്നത് ഞാൻ കണ്ടു. വലം അറൽ ഫുഖഹാ യഈബുന ദാലിക. വിവരമുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാരും അതിനെ ആക്ഷേപിക്കുന്നതായി ഞാൻ കണ്ടതുമില്ല. എത്ര സ്ഥലങ്ങളിൽ മക്കയിലും മദീനയിലും അടക്കം പിന്നീട് പിൽക്കാലത്ത് തുർക്കി ഭരണകാലങ്ങളിൽ ചില ജാറങ്ങളൊക്കെ ഉയർത്തപ്പെട്ടു. ശരിയാണ്, ഇബ്നു ഹജർ ഹൈതമി ഫതാവൽ കുബ്രയിൽ പറയുന്നു, ഈജിപ്തിൽ മാത്രമുണ്ടായിരുന്ന ആ കാഴ്ചകൾ ഇന്ന് ബഖീഇലേക്കും മുഅല്ലാത്തിലേക്കും വന്നിരിക്കുന്നു. അതിനു കാരണം മുലൂകു സൂഇൻ, ദുഷിച്ച ഭരണാധികാരികളാണ് അതിനെല്ലാം കാരണമെന്ന് ഇബ്നു ഹജർ ഹൈതമി ഫതാവൽ കുബ്രയിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പോൾ അത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നയം തന്നെയാണ്, ആദർശം തന്നെയാണ്. അത് തുറന്ന് പറയാൻ ഒരു പ്രയാസവും മുജാഹിദുകൾക്കില്ല. ആദർശ രംഗത്ത് എത്ര ചെറിയ വിഷയമാവട്ടെ കൃത്യമായ കാഴ്ചപ്പാടും നിലപാടും മുജാഹിദുകൾക്കുണ്ട്. ഇതെന്താണെന്നറിയോ, മുജാഹിദ് പ്രസ്ഥാനത്തിന് 2002 ഒരു ചെറിയ വിവാദം ഉണ്ടായി. ചില ആളുകളൊക്കെ പറഞ്ഞു ജിന്നും മലക്കൊക്കെ ഭൗതികമാണ്, അതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുമുള്ള ഇടപാടുകളും മനുഷ്യന്മാർക്കില്ല എന്ന് വിശ്വസിച്ചു കൊള്ളാം. അതല്ല, ജിന്നുകളോ മലക്കുകളോ മനുഷ്യന്മാരെ സഹായിക്കുന്നോ ഉപദ്രവിക്കുന്നോ ഒക്കെ വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഈ ഹമീദ് ഫൈസി രംഗത്തിറങ്ങി നോക്കി. അന്ന് ഇവിടുന്ന് ഇറങ്ങി നോക്കി. കാരണം എന്താ, ഇവരെ വിശ്വാസം ജിന്നും മലക്കും അമ്പ്യാക്കളും ഔലിയാക്കൾക്കൊക്കെ അഭൗതിക കഴിവുണ്ട് എന്നാ. മടവൂർ വിഭാഗത്തിൻ്റെ ആളുകൾ ജിന്നും മലക്കൊക്കെ അഭൗതികമാണ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഹമീദ് ഫൈസി കണ്ടോ, ദാ ഞങ്ങൾ പറഞ്ഞത് ശരിയായില്ലേ എന്ന്. അന്ന് മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി പറഞ്ഞു, ഇല്ല കൂട്ടരെ, അത് ശരിയല്ല. 2002 മുതൽ 2012 വരെ മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായി ആ വിഭാഗത്തിനെതിരെയും പറഞ്ഞു. സ്വന്തം ആളുകളാണെങ്കിലും തിരിച്ചു പറഞ്ഞപ്പോൾ അവിടെ അപ്പുറം പറയാൻ പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. 2012 കുറച്ചുകൂടെ ആളുകൾ മടവൂർ പക്ഷത്തിൻ്റെ കൂടെ കൂടിയ അനൗദ്യോഗികമായിട്ട് 2012
KNM പക്ഷത്തിൽ നിന്ന് കുറച്ചുകൂടെ ആളുകൾ മടവൂർ പക്ഷത്തിന് കൂടെ കൂടി. പക്ഷേ ഇപ്രാവശ്യം അവർ കൂടിയപ്പോൾ സംഘടനയും കൊണ്ട് അവർ പോയത്. അതിന് മുമ്പ് സംഘടന അവിടെ വെച്ചിട്ട് ആൾക്കാർ പോയി. 2012 ആയപ്പോൾ സംഘടനയും കൊണ്ട് അവർ പോയി. ബാക്കിയുള്ള അഴുത്തമായി ഇറങ്ങിയപ്പോഴേക്കും എത്രപ്പോഴും സീലൊക്കെ എടുത്ത് ഓഫീസിൻ്റെ ചാവിയും കൈക്കലാക്കിയിട്ട് അവരൊക്കെ പടം മടവൂരിനൊപ്പം സ്വകാര്യത്തിലാണ് കൂടി. അപ്പോഴാണ് വീണ്ടും വിവാദം മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായത്. അങ്ങനെ അനൗദ്യോഗികമായി പോയി 3-4 കൊല്ലം സ്വകാര്യമായ ബന്ധങ്ങളൊക്കെ ആയി. ഇപ്പം പരസ്യമായിട്ട് ഞങ്ങൾ രണ്ടും ഒന്നാന്നൊരു പറഞ്ഞു. അത് ഞങ്ങൾക്ക് അത്ഭുതമൊന്നുമില്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. 2012 മുതൽ അനൗദ്യോഗികമായി അവർ ഐക്യപ്പെട്ടു ആദർശ രംഗത്ത്. 2016 ആയപ്പോൾ അത് ഔദ്യോഗികമായി അവർ തന്നെ പറഞ്ഞു ഞങ്ങൾ രണ്ടുകൂട്ടരും ഒന്ന് തന്നെയാണ്, വ്യത്യാസമില്ല. അപ്പോഴാണ് ഹമീദ് ഫൈസി വീണ്ടും ഈ മൂപ്പര് ചോദിച്ചെന്നാലോ ഇതോടെ മുജാഹിദ് പ്രസ്ഥാനം പൊളിഞ്ഞു എന്നാ. കൂട്ടരെ ഏതേ ഒന്നുകൊണ്ട് സംഘടന പോയതുകൊണ്ട് പ്രസ്ഥാനം പൊളിഞ്ഞല്ലോ. നേരത്തെ ആരിസ് മോലി പറഞ്ഞില്ലേ, ഇതൊരു പാർട്ടി പേരല്ല, ഇത് സംഘടനാ പേരല്ല, ഇത് നയമാണ്, രീതിശാസ്ത്രമാണ്, ആദർശമാണ്. ഏതായാലും ആളുകൾ സംഘടനയും കൊണ്ട് പോയിട്ട് എവിടെയെങ്കിലും പോയി കൂടിയാൽ അതോടുകൂടി പ്രസ്ഥാനം പൊളിഞ്ഞെന്ന് വിചാരിച്ചെങ്കിൽ മൗഢ്യം തന്നെ. സ്വാഭാവികമായി മടവൂർ വിഭാഗം പറഞ്ഞു സിഹറിന് യാഥാർത്ഥ്യമില്ല, ഉണ്ട് എന്ന് പറഞ്ഞാൽ ഷിർക്കാണ്. ഒരു പറഞ്ഞു കാരണം എന്താ, അവർ വിശ്വസിച്ചത് സിഹറിന് യാഥാർത്ഥ്യം ഉണ്ടാകണമെങ്കിൽ ശൈത്താൻ ഇടപെടണം. അപ്പോൾ ശൈത്താൻ ഇടപെടുക എന്ന് പറഞ്ഞാൽ അദൃശ്യമായി അള്ളാഹു അല്ലാത്തവർ ഇടപെടുക എന്നായല്ലോ, അതുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് സിഹറിന് യാഥാർത്ഥ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഷിർക്കായി എന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ അന്നേ പറഞ്ഞു ഇല്ല കൂട്ടരെ, അത് നിങ്ങൾ തെറ്റിദ്ധാരണയാണ്. 2002 മുതൽ 12 വരെ KNM ലേബലിൽ ഞങ്ങളൊക്കെ അത് പറഞ്ഞു. 2012 ആ ലേബൽ ചില മനുഷ്യന്മാരെ കൊണ്ടായപ്പോൾ ആ ലേബൽ ഇല്ലാതെ ഞങ്ങൾ പിന്നെയും അതന്നെ പറഞ്ഞു. ആ ലേബൽ ഇല്ലാന്നുള്ളൂ, ലേബൽ വേറെ കിട്ടി, അത്രയേ ഉള്ളൂ. പറഞ്ഞത് അങ്ങനെ തന്നെ പറഞ്ഞു. ആ ലേബൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ശരി എന്നാ വേണ്ട, ലേബലല്ല പ്രധാനം, വിഷയമാണ് പ്രധാനം. ഇപ്പം പറഞ്ഞു അത് രണ്ടും ഒന്നായിട്ടുണ്ട്, ആയിക്കോട്ടെ. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഇതാ കൂട്ടരെ ശരിയല്ല കേട്ടോ, ശരിയല്ല. കാരണം എന്താ, സംസമ്മേളനത്തിന് മഹത്വമില്ല എന്ന് പറഞ്ഞവർ അപ്പുറത്തുണ്ട്. ഹജറുൽ അസ്വദിന് മഹത്വമില്ലെന്നും ഹജറുൽ അസ്വദ് സാധാരണ കല്ലാണ് എന്നും പറഞ്ഞവർ ആ ഭാഗത്തുണ്ട്. ഖബർ ശിക്ഷ നിഷേധിച്ചവരുണ്ട്. ദജ്ജാല് ഖിയാമത്ത് നാളിന്റെ അടയാളമല്ലെന്ന് പറഞ്ഞവരുണ്ട്. സിറാത്ത് പാലം ഇല്ലെന്ന് പറഞ്ഞവരുണ്ട്. അവരെല്ലാം ഒന്നിച്ചു കൂടിയിട്ട് എല്ലാവർക്കും ഒന്നിച്ച് KNM എന്ന 3 അക്ഷരം ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും ആദർശത്തെ സ്നേഹിക്കുന്ന ആളുകൾ ചോദിക്കും കൂട്ടരത് ശരിയല്ലല്ലോ, ഇത് ശരിയല്ലല്ലോ. ഒന്നുകിൽ അവരൊക്കെ തിരുത്തിയെങ്കിലോ ഒക്കെ നല്ല കാര്യം, ഇല്ലെങ്കിലോ ഈ KNM എന്ന പേര് അവർ കൂടി ചാർത്തി കൊടുക്കല്ല, അപകടമാണ് എന്ന് മുജാഹിദീങ്ങൾ പറഞ്ഞു. ഈ ചർച്ച കേട്ടപ്പോൾ ഹമീദ് ഫൈസിക്ക് തോന്നി ഇത് ചാൻസാ, ഇപ്പം നീ ഇറങ്ങി നോക്കിയല്ലോ. അങ്ങനെ മൂപ്പരിപ്പോൾ ഇറങ്ങിയത്. എന്നിട്ട് മൂപ്പര് വെല്ലുവിളി എന്താ കണ്ടോ, മുജാഹിദ് പ്രസ്ഥാനം ആകെ പൊളിഞ്ഞു, പാപ്പരായി, കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിന് ഞങ്ങളുമായിട്ട് ഒരു സംവാദ ധൈര്യം ഉണ്ടാവൂലാന്ന. ഹമീദ് ഫൈസി ഇത് മറക്കാൻ പാടില്ല. ഞങ്ങൾക്ക് മൂപ്പര് ആവശ്യമുണ്ട്. ഈ കാലം വരെ സംവാദം തന്നിട്ട് ഹമീദ് ഫൈസിനെ കണ്ടിട്ടില്ല, എവിടെയും മൂപ്പര് വന്നിട്ടില്ല. മൂപ്പര് തയ്യാറാണോ? മുജാഹിദ് പ്രസ്ഥാനത്തിന് ആൺകുട്ടികൾ ഇവിടെ ഉണ്ട്, 3 അക്ഷരം ഉണ്ടാവില്ല എന്നുള്ളൂ. KNM എന്നുള്ള 3 അക്ഷരം ഉണ്ടാവില്ല, നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അത് ധൈര്യമായി വെല്ലുവിളിക്കുക. ആളില്ലാത്ത പോസ്റ്റേക്ക് എത്രയും ഗോൾ അടിക്കാനോ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആദർശ രംഗത്ത് ഹമീദ് ഫൈസി അമ്പലക്കൽ ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഏത് വിഷയമായിക്കോട്ടെ, തീവ്രവാദോ ഭീകരവാദോ ISO ഖബർ ജാരം പൊളിക്കലോ അടക്കമുള്ള ഏതുമായിക്കോട്ടെ. ഹമീദ് ഫൈസി തയ്യാറാണോ? ഞങ്ങൾ റെഡിയാ. കേട്ടോളി മൂപ്പരെ വെല്ലുവിളി. ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഈ പട്ടിക്കാട് തന്നെ വന്ന് പരിപാടി വെച്ചത് അത് ഏറ്റെടുക്കാനാണ്. പറയട്ടെ ഹമീദ് ഫൈസി. ഞാൻ പറയുന്നു, ഇത് കേരളീയ മുസ്ലിം സമൂഹത്തിൽ സുന്നി ജനകോടികളെ മുശ്രിക്ക് എന്ന് പറയാൻ അവർക്ക് ധാർമ്മികമായി കഴിയില്ലെന്ന് മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കെതിരെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് ഒരു സംവാദം നടത്താൻ സ്വന്തം പാളയത്തിലെ ശിർക്ക് തൗഹീദ് തീരുമാനിക്കാൻ സാധിക്കാത്ത കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് സുന്നികളെ തൗഹീദ് പഠിപ്പിക്കാനും സംവാദം നടത്താനും ചരിത്രത്തിൽ വരാൻ സാധിക്കുന്ന പ്രശ്നമേ ഇല്ല. ആധികാരികമായി പറയുകയാണ്. കഴിയുമെങ്കിൽ പറയട്ടെ. കഴിയും ഇതാ പറയുന്നു. കഴിയുമെങ്കിൽ പറയട്ടെ എന്ന ഈ വെല്ലുവിളി തൻ്റെ മുന്നിൽ കൂടിയ ആയിരങ്ങളെ കൊണ്ട് തക്ബീർ ചൊല്ലിക്കാൻ മാത്രമായിരുന്നുവെന്ന ഞങ്ങൾ വിചാരിക്കുന്നത്. അതല്ല, ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞങ്ങൾ തയ്യാറാ. ഹമീദ് ഫൈസി വരട്ടെ. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അയാൾ വരൂല. നിങ്ങൾ വലിച്ചോടുന്നാലും വരൂല. ഹമീദ് ഫൈസി വരൂല. മൂപ്പര് പറയുന്ന വിഷയം ഏതായിക്കോട്ടെ, കുഴപ്പമില്ല. തൗഹീദ് വേണോ? ഒരു പ്രശ്നമില്ല. പ്രാർത്ഥന എന്ന വിഷയത്തിൽ സംവാദം വേണോ? ജിന്ന് മലക്ക് വിഷയത്തിൽ സംവാദം വേണോ? ഒരു പ്രശ്നമില്ല. മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം
എഴുതി വെച്ച ഏത് പുസ്തകവും ഞങ്ങൾ തള്ളേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം അംഗീകരിക്കും, എല്ലാം അംഗീകരിക്കും. 1921 മുതൽ 2012 വരെ മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായി എഴുതിയ ഏതൊക്കെ പ്രസിദ്ധീകരണമുണ്ടോ ആ പ്രസിദ്ധീകരണങ്ങളിൽ ഈ 90 കൊല്ലം പറഞ്ഞ ആദർശമെന്തോ ആ ആദർശം സ്ഥാപിക്കാൻ ഞങ്ങൾ ഒരുക്കുക. സംവാദത്തിന് വെറുതെ വെല്ലുവിളിച്ച് പോയാൽ പോരാ. ഒന്നല്ല, ഒന്നിലധികം തവണ മൂപ്പര വെല്ലുവിളി നടത്തുന്നുണ്ട്. അതുകൊണ്ട് ആ പട്ടിക്കാട് ആളുകളെ സാക്ഷിയാക്കി ജാമിയ നൂരിയയിൽ നിന്ന് കേൾക്കുന്ന ഒരുപാട് മുത്തഅലിമീങ്ങളുണ്ടല്ലോ, ഒരു പക്ഷേ അമീരി പൈസയും ഉണ്ടാകാം, മാറിയിരുന്ന് കേൾക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കട്ടെ, ഇനി ഇവിടെ ഇല്ലെങ്കിൽ ബൈലക്സിലെങ്കിലും ഇപ്പം അദ്ദേഹം കേൾക്കുന്നുണ്ടാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഹമീദ് ഫൈസി അമ്പലക്കോട് തയ്യാറാണോ? ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തയ്യാറാണ്. ഏത് വിഷയവും, തൗഹീദ് വേണോ, ഇസ്തിഗാസ വേണോ, ഖബർ കെട്ടിപ്പൊക്കൽ വേണോ, മാല മൗലീദ് വേണോ, ഇനി തീവ്രവാദം വേണോ, ഭീകരവാദം വേണോ, ജിന്ന് ശൈത്താൻ വേണോ, ഒരു പ്രശ്നവുമില്ല. 100 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനം എന്തു പറഞ്ഞോ അത് അതേപടി പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നിങ്ങളും മുൻഗാമികളുമായി സംവാദം നടത്തിയതിന് തുടർച്ചയായി അത് ഏറ്റെടുക്കാൻ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ സന്നദ്ധരാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പൂഞ്ഞൂര് മണ്ണിൽ വാദപ്രയോഗം നടത്തിയിട്ട് ആ പൂഞ്ഞൂര് പ്രദേശത്തെ ഭൂരിപക്ഷം ആളുകളും മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് കടന്നു വന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന് മറക്കാൻ കഴിയില്ല. എടവണ്ണ അലവി മൗലവി അബ്ദുൽ ഖാദിർ മുസ്ലിയാരുമാണല്ലോ പൂഞ്ഞൂരിൽ സംവാദമുണ്ടായത്. ഉമർ മൗലവിയും അതേ പതിയുമാണല്ലോ ചാലിയത്ത് സംവാദമുണ്ടായത്. അതേപോലെ താനാളൂരിലും പുളിക്കലിലും തറാവി വിഷയത്തിൽ സംവാദമുണ്ടായല്ലോ. കൊട്ടപ്പുറത്ത് വെച്ച് ഇസ്തിഗാസ എന്ന വിഷയത്തിൽ AP അബ്ദുൽ ഖാദിർ മൗലവിയും അതേപോലെ അപ്പുറത്ത് കാന്തപുരം മുസ്ലിയാരും അടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് വാദപ്രതിവാദമുണ്ടായല്ലോ. 2004 മണ്ണാർക്കാട് വെച്ച് സഖാഫിമാരുമായി മുജാഹിദ് പ്രസ്ഥാനം സംവാദം നടത്തിയല്ലോ. അതെ, അതിൻ്റെ തുടർച്ചയായിട്ട് ആ നടന്ന സംവാദങ്ങളുടെ ഏത് വിഷയം എടുത്തോളൂ, അന്നെഴുതിയ ഏത് വ്യവസ്ഥ എടുത്തോളൂ, ആ വ്യവസ്ഥ പ്രകാരം ആ വിഷയത്തിൽ ആ വാദം എഴുതിക്കൊണ്ട് ഇന്നും സംവാദം നടത്താൻ ഞങ്ങൾക്കൊരു പ്രയാസമില്ല. അപ്പോൾ ഉദയ കഴിവുള്ള അള്ളാഹുവിനെ മാത്രം സംവാദം വേണോ? ഒരു പ്രശ്നവുമില്ല. ജിന്നും മലക്കൊക്കെ കൂട്ടരെ 3 അക്ഷരവുമായി പോയവർക്ക് ഇടങ്ങാറുണ്ടായിട്ടുണ്ടാവും എന്നല്ലാതെ മുജാഹിദികൾക്ക് ഒരു പ്രശ്നമില്ല. KM മൗലവി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചത് എന്താണോ, ഉമർ മൗലവി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളിൽ രേഖപ്പെടുത്തിയത് എന്താണോ, അതേപോലെ മുഹമ്മദ് അമാനി മൗലവി ഖുർആൻ പരിഭാഷയിലും ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിലും ഇവിഷയമായി എഴുതി വെച്ചത് എന്താണോ, ഡോക്ടർ എം ഉസ്മാൻ സാഹിബ് KNM സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ മുഖ്യശത്രു എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ആദർശം എന്താണോ, ആ ആദർശം പ്രാമാണികമാണെന്ന് സ്ഥാപിക്കാൻ ഇൻഷാ അല്ലാഹ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന ഈ കൂട്ടായ്മയ്ക്ക് കീഴിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം ഞങ്ങൾക്കാർക്കില്ല. കഴിഞ്ഞ 4 കൊല്ലത്തെ ഞങ്ങളുടെ പ്രവർത്തന ചരിത്രം അതിന് ഉദാഹരണമാണ്. ഞങ്ങളാരും അറിവ് കൊണ്ടല്ല, കഴിവ് കൊണ്ടല്ല, നേരെ മറിച്ച് ആരൊക്കെ നയം മാറ്റിപ്പോയപ്പോഴും നയത്തിൽ ഒരു തരിമ്പ് പോലും മാറ്റം വരുത്താതെ ഉറച്ചു നിന്നുവെന്ന ഒറ്റ യോഗ്യത കൊണ്ട് മാത്രം. അതിൻ്റെ പേരിൽ ഞങ്ങളെ പരിഹസിച്ചവരുണ്ട്, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെന്ന് ഇങ്ങോട്ട് പരിഹസിച്ചവരുണ്ട്. അവർക്ക് പക്ഷേ കാര്യം അറിയാത്തത് കൊണ്ടായിരിക്കാം, എന്താ വിഷയമെന്ന്, എന്താ അവിടുത്തെ വിവാദമെന്ന് ഒരു പക്ഷെ അറിയാത്തത് കൊണ്ടായിരിക്കാം, ആരെങ്കിലും പറഞ്ഞു കേട്ട, ആരെങ്കിലും പ്രചരിപ്പിച്ച പ്രചാരണം വിശ്വസിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെ അവർ ആക്ഷേപിച്ചത്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കല്ലാതെ ഞങ്ങൾക്കതിന് വേറെ അപരാധിയൊന്നുമില്ല. സംസം വെള്ളത്തിന് മഹത്വമില്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ലേബലിൽ ശബാബിൽ ലേഖനം വരികയും രോഗശമനിയല്ല സംസം വെള്ളമെന്ന് എഴുതുകയും ചെയ്തപ്പോൾ കൂട്ടരെ ശരിയല്ലെന്ന് സമസ്തക്കാർ പറയുന്നതിന് മുമ്പ് പറഞ്ഞവരാ ഞങ്ങൾ. അവനാൻ്റെ ആൾക്കാരിലെ എഴുതിയത് എന്ന് വിചാരിച്ച് നോക്കി നിന്നിട്ടില്ല. അജുൽ അസ്മദിനെ മുത്തിയാൽ ആ മുത്തുന്നവർക്ക് വേണ്ടി നാളെ പരലോകത്ത് സാക്ഷി നിൽക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്ന് ശബാബിൽ ലേഖനം വന്നപ്പോൾ അതിനെതിരെ പ്രസംഗിച്ചവരാ ഞങ്ങൾ. സിറാത്ത് പാലമില്ലെന്ന് ഖുർആൻ പരിഭാഷയിലും ഹദീസ് പരിഭാഷയിലും ആവർത്തിച്ചെഴുതിയപ്പോൾ അത് എടുത്തു കാണിച്ച് അത് വായിച്ചുകൊണ്ട് ഇത് ശരിയല്ലെന്ന് പ്രസംഗിച്ചവരാ ഞങ്ങൾ. മസീഹുദ്ദജ്ജാൽ ഖിയാമത്ത് നല്ല അടയാളമായി വരാനുള്ള ഒന്നല്ലെന്ന് അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതിയപ്പോൾ ശരിയല്ലെന്ന് പ്രഖ്യാപിച്ചവരാ സാക്ഷാൽ മുജാഹിദുകൾ. ജിന്നിനും മലക്കിനും അബൗദിയെ കഴിവുണ്ടെന്ന് പറഞ്ഞപ്പോൾ കൂട്ടരെ പറയല്ല, അത് സമസ്തക്കാരുടെ വിശ്വാസമാണ്. അവരാണ് പറഞ്ഞത് ജിന്നും മലക്ക് അബൗദിക, അമ്പ്യൗലിയാക്കന്മാർക്ക് അബൗദിയെ കഴിവ, ശുഹദാക്കളും സ്വാലിഹീങ്ങളും അബൗദികമായി സഹായിക്കുന്നൊക്കെ അവരാണ് പറഞ്ഞത്, അത് പറയല്ല എന്ന് പറഞ്ഞവരാ ഞങ്ങൾ.
ഹദീസിനെ പച്ചയായി നിഷേധിച്ചപ്പോൾ ബുഖാരി മുസ്ലിം അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലെ സ്വഹീഹായ ഹദീസുകളെ പോലും തള്ളിക്കളയാൻ ചില ആളുകൾ രംഗത്ത് വന്നപ്പോൾ ശരിയല്ലെന്ന് പറഞ്ഞ് ഹദീസിൻ്റെ പ്രാമാണികത പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഹമീദ് ഫൈസി എന്നല്ല, ഇപ്പോഴത്തെ 7000 ഫൈസിമാരെ കൂടിയാലും ശരി, ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രയാസമൊന്നുമില്ല. ആവർത്തിച്ചു പറയട്ടെ, ഹമീദ് ഫൈസി വിളിച്ച ആ വെല്ലുവിളി ഉണ്ടല്ലോ, ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഏറ്റെടുക്കേണ്ടി വന്നാൽ ഏറ്റെടുക്കുമെന്ന ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണെങ്കിൽ ഹമീദ് ഫൈസി ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നിങ്ങൾ തയ്യാറാകണം. ഏതെങ്കിലും ചെക്കന്മാരെ വിട്ടിട്ട് രക്ഷപ്പെടാൻ നോക്കരുത്, ഏതെങ്കിലും കുട്ടികളെ വിട്ട് രക്ഷപ്പെടുകയല്ല. ഹമീദ് ഫൈസിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അദ്ദേഹം വരട്ടെ, ഇല്ലെങ്കിൽ ഇനി ഈ വക വെല്ലുവിളി കേരള മണ്ണിൽ മൂപ്പർ നടത്താനും പാടില്ല. അവസാനത്തെ മുജാഹിദും മരിച്ചു തീർന്നിട്ട് വേണമെങ്കിൽ അന്ന് നോയിക്കോ, അതിന് മുമ്പ് പറ്റൂല. മൂപ്പർ ആവർത്തിച്ചു പറയാ. അദ്ദേഹം വീണ്ടും പറഞ്ഞു, മറ്റു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു ഇതേ വെല്ലുവിളി. കേട്ടോളി, 1, 2 മറ്റൊന്നല്ല അദ്ദേഹത്തിന്റെ വെല്ലുവിളി. 2 ഷഹാദത്ത് കലിമ ഉച്ചരിച്ചേ തീരൂ. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക വിഭാഗം തൗഹീദിന്റെ വിഷയത്തിൽ മടവൂർ ഗ്രൂപ്പിന്റെ ലൈൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഐക്യത്തിന് ശേഷം, ഐക്യപ്രഖ്യാപനത്തിന് ശേഷം ഇതാ മുഴുവൻ മുസ്ലിം സഹോദരന്മാരും തൗഹീദിൽ വിശ്വസിച്ച സകലമാന ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാരും ഇത്രയും കാലം മുശ്രിക്കുകളായി തൗഹീദിലേക്ക് വന്നിരിക്കുന്നു പച്ചയായി പറഞ്ഞുകൊണ്ട് കലിമ പ്രഖ്യാപിക്കാൻ ആഹ്വാനം ചെയ്യുന്ന പ്രവർത്തനം നടത്താതെ ഈ മുശ്രിക്ക് മുസ്ലിം ഐക്യത്തിന് കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് മാത്രമല്ല, ഇനി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് ഒരു സംവാദത്തിന് വെല്ലുവിളിക്കാനുള്ള ത്രാണി പോലും മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉണ്ടാകുന്ന പ്രശ്നമേ ഇല്ലെന്ന് പറയുകയാണ്. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദൈന്യമായ അവസ്ഥ. ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബാക്കി പത്രങ്ങളാണ് കേരളത്തിലെ എല്ലാ ബിദ്അ പ്രസ്ഥാനങ്ങളും. സഹോദരൻ, ആവർത്തിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നിങ്ങൾ പറഞ്ഞ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. വിഷയമേതുമാകട്ടെ, സ്ഥലമേതുമാകട്ടെ, വ്യവസ്ഥ എന്തുമാകട്ടെ, ഞങ്ങൾക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഹമീദ് ഫൈസി അമ്പലക്കടവാണ് സംവാദത്തിന് വരേണ്ടത്. ഹമീദ് ഫൈസി അമ്പലക്കടവാണ് സംവാദത്തിന് വരേണ്ടത്. അദ്ദേഹത്തിന് വരാൻ ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇതാ 100 വട്ടം തയ്യാർ. ഈ പുരുഷാർത്ഥ സാക്ഷിയാക്കിയാ പ്രഖ്യാപിക്കുന്നത്. ഐക്യപ്പെട്ടൊരു കഴിയില്ല, അത് ഞങ്ങൾക്കും അറിയാം, ഞങ്ങൾക്ക് മാത്രമല്ല. അത് ഞങ്ങളും ചോദിച്ചു അവരുടെ കൂട്ടരെ, നിങ്ങൾ എങ്ങനെ ഇനി പോയിട്ട് ചെല്ലാന്ന് ഞങ്ങളും ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ ചോദിക്കുന്ന മുമ്പ് ഞങ്ങൾ ചോദിച്ചു. ഞങ്ങളെ ചോദ്യം കേട്ടിട്ടല്ലേ നിങ്ങൾക്ക് ആ വിഷയം പഠിച്ചത്. അവർ ഒന്നായി വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു. കാരണം എന്താ, മടവൂർ വിഭാഗം പറഞ്ഞ എന്താ, അവൗദ്യമായ കഴിവ് മലക്കൾക്കും ജിന്നാക്കുണ്ട്, അതുകൊണ്ട് ജിന്ന് സഹായിക്കുന്ന വിശ്വസിച്ചാൽ, മലക്ക് സഹായിക്കുന്ന വിശ്വസിച്ചാൽ, ജിന്ന് ഉപദ്രവിക്കുന്ന വിശ്വസിച്ചാൽ ആ വിശ്വാസം തന്നെ ശിർക്കാണ്. കാരണം അഭൗതികമായി അല്ലാഹുല്ലാത്തവർ സഹായിക്കുമെന്നാണ് അതിനർത്ഥം എന്ന് അവരെഴുതി. അപ്പോഴേ ഞങ്ങൾ ചോദിച്ചത്, അപ്പം സിഹിർ യാഥാർത്ഥ്യൻ്റെ ഹദീസ് വന്നതല്ലേ, ഖുർആൻ പഠിപ്പിച്ചതല്ലേ, അതെങ്ങനെ വിശ്വസിക്കാം? അപ്പോഴത് പറഞ്ഞ് സിഹിർ യാഥാർത്ഥ്യം വിശ്വസിക്കാൻ പറ്റൂല, ശിർക്കാണ്. ബുഖാരി ഉണ്ടല്ലോ, മുസ്ലിമിനുണ്ടല്ലോ, അവരെ പറഞ്ഞ് ബുഖാരി വന്നാലും ശരി, മുസ്ലിമിന് വന്നാലും ശരി, അത് ഞങ്ങൾ അംഗീകരിക്കൂല. അപ്പോൾ ഖുർആനിലുണ്ടല്ലോ, ഖുർആൻ ആയത്ത് സൂറത്ത് ബഖറ 102-ാമത്തെ ആയത്തുണ്ടല്ലോ, അവസാനം ആയത്തിൻ്റെ കഷ്ണം പോലും മുറിച്ചിട്ടെങ്കിലും അവർ ആ നയം നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചു. അതിനെ കൂടിക്കൊടുത്തു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ആ മഹാപ്രസ്ഥാനത്തെ ലേബൽ കയ്യിലേന്തിക്കൊണ്ട് ചില ആളുകൾ. അപ്പോഴും ഞങ്ങൾ പറഞ്ഞ കൂട്ടരെ ഇത് ചെയ്യല്ല, ഇത് നിങ്ങൾ ചെയ്യല്ല, ഈ ഹദീസ് നിഷേധത്തിൻ്റെ കൂടല്ല. ഒന്നുകിൽ അവർ ആ ഹദീസ് നിഷേധം തിരുത്തട്ടെ, അവർ ആ തെറ്റായ നയം ഒഴിവാക്കട്ടെ, എന്നിട്ട് 2012 വരെ KNM പറഞ്ഞ നിലപാടെന്തോ ആ നിലപാട് സ്വീകരിക്കട്ടെ, എങ്കിൽ ന്യായമാണ്. അല്ലാത്തത്തോളം കാലം അതിലേക്ക് പോകല്ല. ആ മഹാപ്രസ്ഥാനത്തെ ആദർശ രംഗത്ത് നിങ്ങൾ പ്രയാസത്തിലാക്കല്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളാരാ പറയാൻ, നിങ്ങൾക്ക് എന്താ കാര്യം, നിങ്ങളെന്തിനാ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പരിഹാസ പേര് വിളിച്ച് ആക്ഷേപിക്കാനാ അവർ മുതിർന്നത്. ഞങ്ങളിപ്പോഴും അവരോട് സതുപദേശത്തോടെ ഗുണകാംക്ഷയോടെ ധാരാളമായി അത്തരം ആളുകൾ ഉള്ള പ്രദേശങ്ങൾ നോക്കി തന്നെ ഈ വിഷയം പഠിപ്പിക്കാൻ കൂടി ഇതേ സമയത്ത് ഞങ്ങൾ ഊർജ്ജം ചെലവഴിക്കുന്നു. അതുകൊണ്ട് പക്ഷേ ആ സംഘടനാ പക്ഷപാതികളായ ആളുകൾക്ക് ആ ചോദ്യം ന്യായമായേക്കാം. അവർക്കൊരിക്കലും ഇനി സംവാദം നടത്താൻ കഴിയില്ല, ഞങ്ങൾക്കും അറിയാം. തീരുമാനം പറയാത്തത്തോളം കാലം, അല്ലെങ്കിൽ തീരുമാനം പറയണം. അത് അച്ചടക്കം പാലിച്ചുകൊണ്ട് ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ എന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുന്ന പണിയൊന്നുമല്ല എന്ന് ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ പക്ഷേ ആ ഒരു 3 അക്ഷരം പോയി എന്ന കാരണത്താൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കാലം കഴിഞ്ഞു. ഒരു ആദർശ പ്രതിസന്ധിയിലാണ്. അവർക്ക് തൗഹീദ് പറയാൻ അധികാരമില്ല, അവകാശമില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കടന്ന കൈയായിപ്പോയി. മാത്രമല്ല ഈ 2-3-4 കൊല്ലങ്ങളിൽ എവിടെയൊക്കെ ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സ്ഥാപിക്കാൻ
ഇത്തരം മുസ്ലിയാക്കന്മാർ രംഗത്ത് വന്നുവോ അവിടെയെല്ലാം മറുപടിയുമായി ഇറങ്ങി തിരിച്ചതും ഈ കൂട്ടായ്മ തന്നെയായിരുന്നുവെന്നത് എല്ലാവർക്കും അറിയാം. എവിടൊക്കെ ഇവർ മുജാഹിദ് പ്രസ്ഥാനത്തെ മോശമായി ചിത്രീകരിക്കാൻ ഇത്തരം മുസ്ലിയാക്കന്മാർ വന്നുവോ അവിടെയൊക്കെ മുൻകാലങ്ങൾ അതേ മാതൃകയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം ഏറ്റെടുത്തുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാൻ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് ഉണ്ടാവുകയും ചെയ്യും. ഈ 3-4 കൊല്ലങ്ങളിൽ നൂറുകണക്കായ മുഖാമുഖങ്ങൾ സംഘടിപ്പിച്ചതും ആ ഒരു ആദർശ രംഗത്തെ ആ ഒരു സുതാര്യത ഉണ്ടായത് കൊണ്ട് തന്നെയാണ് എന്ന് അതിലേക്ക് കൂട്ടിച്ചേർക്കുക. ഏതായിരുന്നാലും ശരി, കേവലമായ വെല്ലുവിളികളും കേവലമായ ആവേശപ്രഭാഷണങ്ങളും കേവലമായ തക്ബീർ ധ്വനികളിലും മാത്രം ഒതുങ്ങേണ്ടതല്ല മതപ്രബോധനം എന്നത്. പറയുന്ന കാര്യങ്ങളിൽ കുറച്ചെങ്കിലും നമുക്ക് ആത്മാർത്ഥത വേണം, ഉള്ളത് പറയാൻ ശ്രമിക്കണം. എല്ലാ അന്ധവിശ്വാസങ്ങളും എല്ലാ അനാചാരങ്ങളും എല്ലാം സമുദായത്തിന് അരക്കെട്ടുറപ്പിക്കാൻ ശ്രമിക്കുകയും അതൊക്കെ കൈയോടെ പിടികൂടുമ്പോൾ തിരിച്ചു മറുപടി പറയാൻ സാധിക്കാതെ വരുമ്പോൾ തീവ്രവാദിയ ഭീകരവാദിയ IS ആണെന്നൊക്കെ പറഞ്ഞ് തൽക്കാലം കരിവാഴ്ത്തേച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, ആ വക പദപ്രയോഗങ്ങളൊന്നും ആ വക പേരുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാശി തീർക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട പദങ്ങളല്ല. തീവ്രവാദ മുസ്ലിങ്ങൾ പരസ്പരം ആരോപിക്കേണ്ടതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അതെടുത്ത് ചളിവാരി എറിയേണ്ടവരല്ല മുസ്ലിം സമുദായം. ആ രംഗത്തൊക്കെ ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. അവിടെ എല്ലാ മുസ്ലിമീങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തെ സമാധാനം തകർക്കാൻ ശ്രമിക്കുമ്പോൾ, ഈ രാജ്യത്ത് തീവ്രവാദം വളർത്താൻ ശ്രമിക്കുമ്പോൾ ഇതാ അവനാണ് തീവ്രവാദി ഇവനാണ് തീവ്രവാദി എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുകയല്ല. മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഇസ്ലാം തീവ്രവാദവുമായി ഒരു ബന്ധവുമില്ലെന്ന് പഠിപ്പിക്കേണ്ടവരാ മുസ്ലിങ്ങൾ. അതേസമയം ആദർശരംഗത്തെ വിയോജിപ്പുകൾ, ആദർശരംഗത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. ഒന്നിച്ചിരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ആയത്തും ഹദീസും വെച്ചുകൊണ്ട് പ്രമാണമടിസ്ഥാനമാക്കി ചർച്ച ചെയ്തുകൊണ്ട് അത് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അതാവാം. അതിനാണല്ലോ സംവാദങ്ങൾ, അതിനാണല്ലോ വാദപ്രതിവാദങ്ങൾ, അതിനാണല്ലോ മുഖാമുഖങ്ങൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രതീക്ഷിക്കാം ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇത് ഏറ്റെടുക്കുമെന്ന്. അദ്ദേഹം ഏറ്റെടുക്കുവോളം ഇൻഷാ അല്ലാഹ് ഈ വെല്ലുവിളി തുടർന്നു കൊണ്ടേയിരിക്കും. മുജാഹിദുകൾ ചോദിച്ചു കൊണ്ടേയിരിക്കും. കാണുന്ന എല്ലാ ഫൈസിമാരും ചോദിക്കുക, നിങ്ങളുടെ നേതാവ് ഹമീദ് ഫൈസി എവിടെ? അയാൾ പട്ടിക്കാട് നിന്ന് വെല്ലുവിളിച്ചിട്ട് അതേ പട്ടിക്കാട് പോയി ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, അദ്ദേഹത്തെ കണ്ടിട്ടില്ലെന്ന് നിങ്ങൾ ചോദിക്കണം. അത് വാട്സപ്പിൽ പോകട്ടെ, സോഷ്യൽ മീഡിയകളിൽ പോകട്ടെ, ചോദിക്കട്ടെ. ഹമീദ് ഫൈസി വരട്ടെ, ഒന്ന് മാറ്റിവെക്കാമല്ലോ. ഇവിടെ ഏതാണ് ഹക്കെന്ന് ഏതാണ് ബാത്തിലെന്ന്, ആരുടേത് ശരിയെന്ന് ആരുടേത് അബദ്ധമെന്ന് നമുക്കിവിടെ മാറ്റിവെക്കാമല്ലോ. ആ അവസരത്തിന് നമുക്ക് കാത്തിരിക്കാം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എവിടെങ്കിലും വല്ല വാക്കുകളും അധികമായി പോയെങ്കിൽ ക്ഷമിക്കുക. വിഷയം ഗൗരവമായതുകൊണ്ടും ആ നിലയ്ക്കുള്ള ഗൗരവമേറിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടത് കൊണ്ടും മാത്രമാണ് ഒരൽപ്പം ഗൗരവമായി തന്നെ പറഞ്ഞത് എന്ന് നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലാഹു തആല തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഈ നാട്ടിലെ ശബ്ദം ശ്രദ്ധിച്ച നല്ലവരായ നാട്ടുകാർ വിശദമായി കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണേ എന്നേ സൂചിപ്പിക്കാനുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ പീസ് റേഡിയോ ഏറ്റവും നല്ല മാർഗമാണ്, നേർവഴി പ്രഭാഷണം ഏറ്റവും നല്ല മാർഗമാണ്. പെരിന്തൽമണ്ണയിൽ നമ്മളുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ പള്ളികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊക്കെ നിങ്ങൾ ദീനിൻ്റെ വിഷയങ്ങൾ കൂടുതലായി പഠിക്കാൻ സമയം കണ്ടെത്തുക. പക്ഷപാതിത്വങ്ങൾ മാറ്റിവെച്ച് ആത്മാർത്ഥമായി കാര്യങ്ങളെ പഠിക്കാൻ തയ്യാറാവുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.